അതുപോലെ ഇവിടെ മഹത്തായ ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ചെറുപോയത്തങ്ങൾ പനമ്പുഴക്കൽ അവർകളാണ്. അതുപോലെ യോഗത്തിൽ പ്രാർത്ഥന നടത്തിയ ബഹുമാനനായ ആദരണീയനായ തങ്ങൾ PKS തങ്ങൾ തലപ്പാറ സയ്യിദ് അവർകളാണ്. അതുപോലെ യോഗം ഉദ്ഘാടനം ചെയ്തത് കേരളത്തിന്റെ പ്രിയപ്പെട്ട മന്ത്രി, തദ്ദേശ സ്വയംഭരണ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കൂടിയായ ഡോക്ടർ KT ജലീൽ സാഹിബ് അവർകളാണ്. അതുപോലെ ഇവിടെ ആശംസാ പ്രസംഗം നടത്തിയത് ബഹുമാനപ്പെട്ട നമ്മുടെ നിയാസ് നേരത്തെ പുളിക്കലകത്ത് അദ്ദേഹം സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ്, നമുക്കൊക്കെ സുപരിചിതനാണ്, ഒരു പൊതുപ്രവർത്തകനാണ്. അതുപോലെ ഇവിടെ ആശംസകൾക്ക് എഴുതിയിരിക്കുന്നവരിൽ ഒരുപാട് ആളുകൾ ഇനിയുണ്ട്. താനൂർ MLA വരാനുണ്ട്. അതുപോലെ വണ്ടൂർ MLA ആയ AP അനിൽകുമാറിന്റെ പേര് ഇവിടെ ഉണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട ഇന്നിവിടെ എത്തേണ്ടിയിരുന്ന ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ, നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ഉസ്താദ് ഷൈഖുന കാലഘട്ടത്തിന്റെ ഇതിഹാസം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇസ്സത്ത് ലോകം മുഴുവൻ വിളംബരം ചെയ്യാനുള്ള തൗഫീഖിൽ അല്ലാഹു നീക്കിക്കൊടുക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, മഹാനവർകൾ ചെച്നിയയിൽ ഒരു ഇസ്ലാമിക കോൺഫറൻസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിവരം പത്രദ്വാരയും സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളിലൂടെയും നമ്മളെല്ലാം അറിഞ്ഞിരിക്കുന്ന ആളുകളാണ്. അതിനെ ഒരു എക്സ്പ്ലാനേഷൻ, മഖബൂലും മബ്റൂറുമായ ഹജ്ജിന് സ്വർഗത്തിൽ കുറഞ്ഞ പ്രതിഫലം ഇല്ലേ? ഇല്ല. അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, നമ്മളൊക്കെ ഇപ്പൊ പഠിച്ചു വെച്ചിരിക്കുന്നത് സ്വർഗം തന്നെയാണ് ഏറ്റവും വലുത്, അതിലും വലുതില്ല എന്നാണ്. എന്നാ അത് തെറ്റാണ് കേട്ടോ. ഏറ്റവും വലുത് സ്വർഗമല്ല. നമ്മളൊക്കെ ഇപ്പൊ 5 നേരം ദ്വാരക്കുന്ന എന്താ, പടച്ചോനെ എങ്ങനെയും അങ്ങടെ ഇവർക്ക് സ്വർഗത്തിലേക്ക് എത്തിച്ച. പക്ഷെ അത് സാധാരണക്കാരുടെ ദുആയാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ദുആ ഇതിന് വിരുദ്ധമാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ സാഹിദീൻ നേരത്തെ ഇവിടെ പ്രസംഗിക്കുന്ന ഉസ്താദുമാരെ സൂചിപ്പിച്ചതായി ഞാൻ മനസ്സിലാക്കുന്നു. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു. പിന്നെ ഇസ്ലാമിക് മീഡിയ വിഷന്റെ ലൈവ് ഉണ്ട് എന്ന് ലൈവിലുള്ള സുഹൃത്തുക്കളോടൊക്കെ ഞാൻ ഓൺലൈനിൽ അവർ പറയാൻ വിട്ടുപോയതാണ്. അവർക്ക് സ്വാഗതവും പറയാൻ വിട്ടുപോയി, ഞാൻ ശ്രദ്ധിച്ചില്ല, സോറി. അതുകൊണ്ട് ഇസ്ലാമിക് മീഡിയ വിഷന്റെ ലൈവിൽ ഈ പരിപാടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹവും ബർക്കത്തും ആഫിയത്തുള്ള ദീർഘായുസ്സും നൽകി ഈ സദസ്സിന്റെ ബർക്കത്ത് അവർക്കും അല്ലാഹു നൽകട്ടെ, ആമീൻ എന്ന് അവർക്ക് വേണ്ടി ഈ സമയത്ത് വെച്ച് ദുആ ചെയ്യുന്നു. ഒരു കാര്യം നമ്മൾ ആദ്യം ചെയ്യാൻ മറന്നാൽ അതിന്റെ ഇടയിൽ എല്ലാം വകുപ്പുണ്ടല്ലോ. അപ്പൊ നമ്മള് ഭക്ഷണം എന്ത് കാര്യം ചെയ്യുമ്പോഴും ആദ്യം ബിസ്മി കൊണ്ട് തുടങ്ങണം എന്നാണല്ലോ. അപ്പൊ നമ്മൾ ആദ്യം ഇപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചെല്ലാൻ മറന്നു. ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞ് വിശപ്പിന്റെ ശക്തി കൊണ്ട് ബിസ്മി ആയിട്ട് അതീസൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല. കണ്ടപ്പോ അവർ വാരി തീർന്നു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ഓർമ്മ, പടച്ചോനെ ബിസ്മി മറന്നല്ലോ, അപ്പോഴത്തിനും പോകേണ്ടതൊക്കെ പോയിരിക്കുന്നു. എന്ത് ചെയ്യും? ഇസ്ലാം ഒരു സർവകാലിക, സർവലൗകിക, സർവജനീന, സർവലൗകിക മതമാണ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നിയമം അപ് ടു ഡേറ്റ് പറഞ്ഞ മതമാണ് ഇസ്ലാം. അതുകൊണ്ട് അങ്ങനെ ഒരാൾക്ക് സംഭവിച്ചാൽ അതിനും മസാലയുണ്ട്, അതിന് മറുപടിയുണ്ട്, അതിന് നിയമമുണ്ട്, ലോ ഉണ്ട്. ബിസ്മില്ലാഹി അവ്വലുഹു വആഖിറുഹു ഓർമ്മ വരുന്ന സമയത്ത് പറഞ്ഞാൽ മതി, മുൻകാല പ്രാബല്യം കിട്ടും കേട്ടോ, മുൻകാല പ്രാബല്യം കിട്ടും. അവിടെ മുതൽ ബിരിയാണി കഴിക്കാൻ തുടങ്ങിയോ അവിടെ മുതൽ അത് അവസാനിപ്പിക്കുന്നത് വരെ ബിസ്മി ചൊല്ലിയ പ്രതിഫലം അവന് നൽകപ്പെടുമെന്ന് ഷഫീഖുനാ മുഹമ്മദ് മുസ്തഫ കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓൺലൈനില് മലപ്പുറം വിട്ടതല്ല, ഞാൻ കണ്ടില്ല, ഞാൻ അങ്ങോട്ടാ നോക്കിയത്. ഇവിടെ ഈ മൈക്ക് സെറ്റിന്റെ ആൾക്കാരാന്ന് വിചാരിച്ച് ഇങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. പിന്നെ സാധാരണഗതിയിൽ അവിടെ ഒരു വീഡിയോ ക്യാമറ മാത്രമേ കണ്ടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ അതിലൊന്നും കരുതണ്ടെന്ന് പറയാണ്. ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. വിശുദ്ധ ഹജ്ജിന് പോയി അവിടെ കിടന്ന് മരിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കാര്യമാണ്. വിശുദ്ധ മക്ക, അവിടെ ഹജ്ജിലായിക്കൊണ്ട് ഒരാൾ മരിക്കുക എന്നുള്ളത് അല്ലാഹു തആല തരുന്ന വലിയ തൗഫീഖാണ്. പക്ഷെ നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മളോട് ബന്ധപ്പെട്ടവർക്ക് അത് താങ്ങാനും സഹിക്കാനും പൊറുക്കാനുമുള്ള കരുത്തില്ലാതെ ഈമാൻ ലഈഫായി പോകുന്നതിന്റെ ഒരു കുറവൊഴിച്ചാൽ ബാക്കിയൊക്കെ ഹൈറാ.
കാരണം സ്വർഗത്തിൽ കുറഞ്ഞ പ്രതിഫലം മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജിന് ലൈസ ലഹു ജസാഅൻ ഇല്ലൽ ജന്ന. സ്വർഗത്തിൽ കുറഞ്ഞൊരു പ്രതിഫലമില്ല. അപ്പൊ വലിയ പ്രതിഫലം സ്വർഗത്തിനൊക്കെ വലുതുണ്ട്. അതേതാ? അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ. സുൽത്താൻ സാഗിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അവിടുന്ന് ബൽഖ രാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്നു. 18 രാജ്യം അടക്കി ഭരിച്ച ചക്രവർത്തിയായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഒരു സമയം തന്റെ കൊട്ടാരം വിട്ടിറങ്ങിയിട്ട് ഒരു ബൈത്ത് ചൊല്ലിക്കൊണ്ടാണ് കൊട്ടാരം വിട്ടിറങ്ങിയത്. ഒരു പാട്ട് പാടിക്കൊണ്ടാണ്. അറബി. എന്ത് പാട്ടാണ് അദ്ദേഹം പാടിയത്? തറഖത്തുൽ ഖൽഖ തുറം ഫീ റിളാക വഅയ്തംതുൽ ഇയാല ലികൈ അറാക. അദ്ദേഹം പാടിയ പാട്ടതാണ് തറഖത്തുൽ ഖൽഖ തുറം ഫീ റിളാക. പടച്ചവനെ, സൃഷ്ടിജീവജാലങ്ങളെ മുഴുവൻ ഞാൻ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ഫീ റിളാക, നിന്റെ പൊരുത്തത്തിലായി അവകളെ മുഴുവൻ ഞാൻ തലാഖ് ചൊല്ലിയിരിക്കുകയാണ്. വഅയ്തംതുൽ ഇയാല ലികൈ അറാക, എന്റെ കുടുംബങ്ങളെയും എന്റെ മക്കളെയും എന്റെ ഭാര്യയെയും ഞാൻ വിധവകളാക്കി, യതീമക്കളാക്കി. എന്തിനു വേണ്ടി? സ്വർഗം കിട്ടാനല്ല. ലികൈ അറാക, അവിടെയാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. ലികൈ അറാക, അല്ലാഹുവേ നിന്നെ കാണാൻ. അല്ലാഹുവേ നിന്നെ കാണാൻ. ലിക്കൈൽ ജന്ന എന്നല്ല പറഞ്ഞത്. ലിക്കൈ അറാക, നിന്നെ എനിക്ക് കാണണം. ആരനെ? അല്ലാഹനെ കാണുക എന്നുള്ളതാണ് ഒരു സത്യവിശ്വാസിയുടെ, ഒരു ജീവജാലത്തിന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം. അല്ലാഹുവിനെ നേരിട്ടൊന്ന് കാണുക എന്നുള്ളതാണ്. എല്ലാവരും ആഗ്രഹിച്ചതാണ്. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം പടച്ചവനോട് ദുആ ചെയ്തല്ലോ, നിന്നെയൊന്ന് എനിക്ക് കാണണം. മൂസാ പ്രവാചകനോട് അല്ലാഹു പറഞ്ഞു, സാധ്യമല്ല പ്രവാചകരെ. തൂർ സിനാ പർവ്വതത്തിന്റെ മറുഭാഗത്ത് വന്നുകൊണ്ട് അല്ലാഹുവിനെ കാണാൻ വേണ്ടി വീണ്ടും ആവശ്യപ്പെട്ടപ്പോ അല്ലാഹു പറഞ്ഞു, മൂസ, എന്റെ പ്രകാശത്തിന്റെ, എന്റെ ശക്തിയുടെ ഒരു കടുക് മണിക്ക് പോലും താങ്ങാനുള്ള ശക്തി ഈ പ്രപഞ്ചത്തിന് ഞാൻ നൽകിയിട്ടില്ല. ഈ പ്രപഞ്ചം അല്ലാഹുവിന്റെ ശക്തിയെ താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല. വാട്ട് ഈസ് ദ മീനിങ്? പ്രപഞ്ചം അണ്ഡകടാകം എന്ന് പറഞ്ഞാൽ അല്ലാഹു ഒഴിച്ചുള്ള സൂര്യചന്ദ്ര നക്ഷത്ര മണ്ഡലാദി ഗോളാദികൾ എല്ലാം ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചം, അതിന് മൊത്തം അല്ലാഹുവിന്റെ ശക്തിയിൽ നിന്നൊരു കടുകുമണിയെ താങ്ങാനുള്ള പവറില്ല. അതുകൊണ്ട് ഞാൻ അല്ലാഹുവാകുന്ന തമ്പുരാൻ ഈ പ്രപഞ്ചത്തിലേക്ക് വെളിവായാൽ ആ സെക്കൻഡ് തന്നെ ഈ പ്രപഞ്ചം ചാമ്പലായി പോകും. അത്ര വലിയ ശക്തനാണ് ഞാൻ. മാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. ഒന്നോർക്കെ പറഞ്ഞ മോനെ, ആള് VIP യാ. VIP മാത്രല്ല, VVIP കൂടിയാണ് കലീമുല്ലാഹി മൂസ. കാരണം ഉലുൽ അസ്മികളിൽപ്പെട്ട ആളാണല്ലോ. അമ്പിയാക്കന്മാരിൽ തന്നെ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ്, അല്ലാഹു ചിലരെ മറ്റു ചിലരെയൊക്കെ ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട്. തങ്ങന്മാരിലും അങ്ങനെയാണ്. എല്ലാ തങ്ങളും റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളെ പറഞ്ഞിട്ട് വരില്ല. ചില തങ്ങന്മാർക്ക് പ്രത്യേകത പവർ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ടാവും. ചിലരെ വാക്കിലാകും, ചിലരുടെ നോട്ടത്തിലാകും, ചിലരുടെ മന്ത്രത്തിലാകും, ചിലരെ കയ്യൊന്ന് അനുഗ്രഹിച്ചാൽ മതി, ചിലര് വാക്ക് പറഞ്ഞാൽ മതി, ചിലര് മന്ത്രിച്ചാൽ മതി, ചിലരെന്തെങ്കിലും
സാധു ഒന്നുമില്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത്ര മാത്രമേ ഉള്ളൂ. തിരിച്ചു വന്നിട്ട് തങ്ങളോട് പറഞ്ഞു, താളുപ്പാപ്പ ഈ ഒരു ബിസ്മിക്ക് വേണ്ടിയാണോ ഞാൻ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച വന്നത്? എനിക്കറിയാത്ത കാര്യമാണ് ഇപ്പൊ ബിസ്മി. ഞാൻ വിചാരിച്ച ഐക്കല്ല് ഇതല്ലല്ലോ. പാണക്കാട് പൂക്കോയത്തങ്ങൾ പറഞ്ഞു, എന്നാ ഈ ബിസ്മിയുടെ കഴിവ് നിനക്ക് കാണണോ? ബിസ്മിയുടെ കഴിവ് കാണിച്ച ഒരുപാട് ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു ഒരു ഗ്ലാസ് വെള്ളത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് അല്ലാഹുമ്മ ഇശ്ഫി എന്ന് ചൊല്ലി അങ്ങ് മന്ത്രിച്ചിട്ട് ആ വെള്ളപ്പാത്രം ഇങ്ങ് പിടിച്ചാൽ അതിലെ ഒരു തുള്ളി വെള്ളം പോലും കീപ്പോട്ട് പോകില്ല കേട്ടോ. വസ്മരിസമല്ല, കൺകെട്ടല്ല, ജാലവിദ്യയല്ല. അത് അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന അപാരമായിരിക്കുന്ന കറാമത്താണ്. വിശ്വാസമുള്ളവർക്ക് അത് കറാമത്തെന്ന് വിളിക്കാം. അതിന് അമ്പിയാക്കളുടെ പക്ഷത്തുനിന്നാകുമ്പോൾ അതിനെ മുഅ്ജിസത്തെന്ന് വിളിക്കാൻ രണ്ട് ഒന്ന് തന്നെയാണ്. പാണക്കാട് കൊടപ്പനക്കല PMSA മർഹൂം പൂക്കോയത്തങ്ങളുപ്പാപ്പ ആ ഐക്കല്ലിങ് വാങ്ങിച്ചിട്ട് പെരയുടെ പുറകുവശത്തേക്ക് ഈ മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഐക്കല്ലിന്റെ കറാമത്ത് നിനക്കിപ്പോ കാണിച്ചു തരാ. തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ആടിന്റെ കഴുത്തിൽ ആ ഐക്കല്ലങ്ങ് കെട്ടി ഒരു വലിയ മുണ്ടം വടിയെടുത്തു, ഇയാളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ആ ആടിനങ്ങ് അടിച്ചോ, പറ്റുന്ന രൂപത്തിൽ അടിച്ചോ. തന്റെ കയ്യിലുള്ള വടിയെടുത്തയാളെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ആടിനടിച്ചു നോക്കി. എങ്ങനെ അടിച്ചാലും ആടിനടി കൊള്ളുന്നില്ല. ആട് സുഖമായി അവിടെ നിന്നുകൊണ്ട് മുഖത്ത് നോക്കിക്കൊണ്ട് പരിഹാസരൂപേനെ നമ്മുടെ നാട്ടിലെ തെരുവ് പട്ടികൾ ഇന്ന് നമ്മൾ നോക്കി പല്ലുലിക്കുന്ന പോലെ പല്ലുലിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ നായ്ക്കളൊക്കെ ഇപ്പൊ നമ്മളെ കാണുമ്പോൾ വലിയ ധൈര്യത്തിൽ എണ്ണത്തോടില്ല. കാരണം മേനകാ ഗാന്ധി അവിടെ ഉണ്ട്. KT ജലീൽ പറയണു കൊല്ലാം, മേനകാഗാന്ധി പറയണു കൊല്ലും തോറും കടി കൂടുന്ന പറഞ്ഞു. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. മഫ്ഹൂമു മുഖാലഫ. അപ്പൊ ചത്തമായി പിന്നെയും കടിക്കോ? കൊല്ലും തോറും കടി കൂടുന്ന മേനകാഗാന്ധിയുടെ ഫത്വ. ജലീല് പറയുന്നതോ ഉപദ്രവകാരിയായ നായയെ കൊല്ലാം, ഉപദ്രവകാരിയായ എന്തിനേയും കൊല്ലാമെന്നുള്ളത് ഇന്റർനാഷണൽ ലോയാണ് മിസ്സിസ് ഗാന്ധി. അത് മനസ്സിലാക്കണം നിങ്ങൾ. അത് ഇന്റർനാഷണൽ ലോയാണ്. ഉപദ്രവകാരിയായ എന്തിനേയും കൊല്ലാം. അത് റസൂലുള്ള ലോകത്ത് എക്സ്പ്ലെയിൻ ചെയ്തു നേരത്തെ. മൻ റആ മിൻകും ഹയ്യത്തൻ ഫലം യഖ്തുൽഹു ഫലൈസ മിന്നാ. നിങ്ങളിൽ നിന്ന് ഉപദ്രവകാരിയായ ഒരു പാമ്പിനെ ഒരാൾ ഒരു വഴിക്ക് വെച്ച് കണ്ടു. ആ പാമ്പ് കടിച്ചിട്ട് ആളുകൾ ചത്തുപോകാൻ സാധ്യതയുണ്ട്, മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അവനെ കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ കടിച്ച് ചത്തുപോയിക്കോട്ടെ, എന്റെ കാര്യം കഴിച്ചിലായാലോ എന്ന് വെച്ചവൻ പോയാൽ ഫലൈസ മിന്നാ, അവൻ നമ്മളിൽ പെട്ടവനല്ല. കാരണം മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടാകുന്നത് തന്റെ ഉപദ്രവമായി കാണണമെന്ന് ലോകത്ത് പഠിപ്പിച്ച പ്രത്യായ ശാസ്ത്രമാണ് ഇസ്ലാം. ആവട്ടെ, പാണക്കാട് PMSA പൂക്കോയത്തങ്ങൾ പാപ്പ ഈ ആടിനെ തല്ലാൻ വേണ്ടി പറഞ്ഞു. ഈ മനുഷ്യന്റെ കയ്യിൽ മുണ്ടം വടി കൊടുത്തു, അടി തുടങ്ങി. ആടിന്റെ മുകളിൽ അടി കൊള്ളുന്നില്ല. ആടിങ്ങനെ സുഖായി നിൽക്കുക, ഒന്നും മിണ്ടുന്നില്ല. ഇയാൾ തളർന്നു. കഴിഞ്ഞു. എന്നാൽ ആ വടി കേട്ട് മാറ്റിവെച്ചു. ആടിന്റെ കഴുത്തിൽ കിടക്കുന്ന ഹൈക്കല്ല് ഊരിമാറ്റി. എന്നിട്ടൊരു ചെറിയ വടി കൊടുത്തു. ഇനി വലിയ വടി കൊണ്ടെടുത്താൽ ചിലപ്പോൾ ആടുണ്ടാവില്ല, അറക്കാണ്ടാവില്ല. അതുകൊണ്ട് ചെറിയ വടി കൊടുത്തു. ഒന്ന് അടിച്ചോക്കെ പറഞ്ഞു. ഒരൊറ്റ അടി, ആട് ബേ എന്ന് പറഞ്ഞു, ഒറ്റ ഓട്ടം. അപ്പൊ ഇയാള് പറഞ്ഞു, താങ്കൾ പാപ്പ എനിക്ക് അതന്നെ മതി. താങ്കൾ പറഞ്ഞു, ഈമാനു മർഇല്ലാ യകൂനു തകാമുല ഹത്താ യറാ നാസൻ ബിഇബിലിൻ മുസ്സിലാ. തഖ്വൽ ഇലാഹി മദാറു കുല്ലി സഅദതിന. എല്ലാത്തിന്റെയും അടിസ്ഥാനപരമായ ഘടകം ഈമാനാണ്, അവിശ്വാസമാണ്, തഖ്വയാണ്. ആരെ കൊണ്ടുള്ള വിശ്വാസം? അല്ലാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ കൊണ്ടുള്ള വിശ്വാസം, അല്ലാഹുവിന്റെ മലായികത്തിനെ കൊണ്ടുള്ള വിശ്വാസം, അല്ലാഹുവിന്റെ അംബിയാ മുർസലീങ്ങളെ കൊണ്ടുള്ള വിശ്വാസം. ഞാനിത് പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ, ആ പാണക്കാട് PMSA പൂക്കോയത്തങ്ങൾ കാണിച്ചു തന്ന പ്രസ്ഥാനമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. അവിടെ ഐക്കല്ല് വെച്ചിട്ടുണ്ട്, അവിടെ മന്ത്രവാദം നടത്തിയിട്ടുണ്ട്, അവിടെ മന്ത്രിച്ച വെള്ളം കൊടുത്തിട്ടുണ്ട്, അവിടെ ചരട് മന്ത്രിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലാർക്കും തർക്കമില്ല. ഇവിടെ സുന്നികൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മാതൃകയാണ്. എത്രയോ ഹൈന്ദവ സഹോദരന്മാര് തങ്ങന്മാരുടെ കയ്യിൽ നിന്ന് ഐക്കല്ല് വാങ്ങാൻ, ചരട് വാങ്ങാൻ, മന്ത്രിച്ച വെള്ളം വാങ്ങാൻ ക്യൂ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അവർക്ക്
നമുക്കറിയാം ഇത് മുസ്ലിമീങ്ങളാണ്. അവർ അല്ലാഹു ഏകനാണെന്ന് വിശ്വസിക്കുന്നവരാണ്, പരദൈവത്തിൽ വിശ്വസിക്കാത്തവരാണ്. എങ്കിലും അവർ അല്ലാഹുവിന്റെ ഔലിയാക്കളെ അപാരമായി വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ടല്ലേ അവർ മമ്പറത്തേക്ക് വരുന്നത്, ഏർവാടിയിലേക്ക് വരുന്നത്. ഈ വിശ്വാസം ഇവിടെ നിലനിർത്തിയതാരാണ്? അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്താണ്. അതാണ് ശരിയെന്ന് ലോകം മുഴുവൻ സമ്മതിക്കുകയാണ്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ സന്തോഷിച്ചുകൊള്ളുക. അതിന്റെ പ്രയാണ കാലഘട്ടമാണത്. അതിന്റെ പടനായകൻ, കാലഘട്ടത്തിന്റെ ഇതിഹാസം സുൽത്താനുൽ ഉലമ കാന്തപുര ഉസ്താദ് കൊളുത്തിവെച്ച വിളക്ക് ലോകം മുഴുവൻ കത്തിപ്രകാശിക്കുകയാണ്. ഒരു കാലത്ത് നമുക്ക് ചെച്ചനിയയിൽ പോണ്ട. ഞാൻ 93 ഖത്തറിൽ പോയപ്പോ എന്നോട് ഇവിടുന്ന് ഒരു വിസ കിട്ടാൻ വേണ്ടി തന്നെ ഞാൻ ഖത്തർ റാത്തീബൊക്കെ ഓതിയിട്ട് എന്റെ ഷെയ്ഖ് ദ്വാരന്നിട്ടാ പോയത് വിസ കിട്ടിയത്. അങ്ങനെ ചെല്ലുമ്പോ തന്നെ നമ്മുടെ സുന്നി പ്രവർത്തകർ പറഞ്ഞു, കന്തൂർ ഇട്ടിട്ട് വരണ്ടട്ടോ, കാരണം തലയെക്കെട്ടും കന്തൂറിയും കണ്ട ഖുറാഫിയാന്ന് പറഞ്ഞ് ഉള്ളിലാക്കും പറഞ്ഞു. അല്ലാ, പിന്നെ എന്തിട്ട് വരണം? നിങ്ങൾക്ക് ഉസ്താദിന് പറ്റുമെങ്കിൽ ആ പാകിസ്ഥാനികൾ ഇടുന്ന ട്രൗസറും കുപ്പ ഇന്ന വരെ നമ്മളത് ഇട്ടിട്ടില്ലല്ലോ പടച്ചോനെ. ഇടാത്ത ഡ്രസ് ഇടാൻ പറഞ്ഞാൽ വല്ലാത്ത ഇറങ്ങറ. കന്തൂറ വേണ്ട, തുണികുപ്പ ഇടാൻ പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ അതും തീരെയും പറ്റില്ല, കാരണം അത് കണ്ടാൽ മലബാരിയാന്ന് മനസ്സിലാകും. മലബാരി കൊല്ലും ഖുറാഫി ഹറാമി എന്നാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ പാകിസ്ഥാന്റെ വേഷം പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഈ ട്രൗസറും കുപ്പായിട്ടില്ല. ഞാൻ 8 കൊല്ലം ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ ഒരു ജഡ്ജായിട്ട് കേരളത്തിലെ ചീഫ് സെക്രട്ടറിയുടെ സ്റ്റാറ്റസിൽ 8 കൊല്ലം ഇരുന്നു. ഈ തലയെക്കെട്ട് ഊരുകയോ ഈ തലപ്പാ വഴിക്കുകയോ ചെയ്യാതെ, ഈ താടിക്കൊരു കോട്ടവും വരുത്താതെ എന്നെ വെച്ചവർ മാറി മാറി ഭരണം നടത്തിയപ്പോഴും അതേ സീറ്റിൽ ഇതേ ലൈറ്റ്, ഇതേ ലെവലില്, ഇതേ ബീക്കൺ ലൈറ്റ് ഉപയോഗിച്ച വണ്ടിയും വെച്ച് ഞാൻ കേരളവും കർണാടകയും തമിഴ്നാടൊക്കെ പോയി വാന്ന് പറഞ്ഞു. ഒരു വേഷത്തിലും ഒരു മയിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നില്ല. 93 ഖത്തറിലേക്ക് എനിക്ക് ക്ഷണം കിട്ടുന്നത് അവിടെ പ്രസംഗിക്കാൻ. എന്നോട് പറഞ്ഞത് ഈ ട്രൗസറും കുപ്പായിട്ട് പോകാനാ. ഇന്ന് ചില മൗലവിമാര് പോകുന്നുണ്ടില്ലേ, ഇവിടെ ഉഗ്രം ഖബറും മാഷറയും പറഞ്ഞോ പോകുമ്പോ പിന്നെ വള്ളി ട്രൗസറും നിക്കറുമായിട്ടാ പോണ്. എന്തിനാ മോനെ ഈ വേഷപ്പകർച്ച? നമ്മുടെ ഇസ്ലാമിന്റെ മഹിതമായ വേഷമുള്ളപ്പോൾ അത് ആരുടെ മുമ്പിലും അതിന് അറബികളെ കണ്ടുപഠിക്കണങ്ങള്. അറബികളെ ഉണ്ടല്ലോ ഖത്തറിയും കന്തൂർ ഇട്ടിട്ടാണ് വരുന്നത്. ഇവിടെ സ്മാർട്ട് സിറ്റിയുടെ ഉദ്ഘാടനത്തിന് വന്ന ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഖത്തറിയും കന്തൂർ ഇട്ടാ വന്ന്. അടുത്ത ദിവസം ഒരു കല്യാണത്തിന് ഞാൻ പങ്കെടുത്തു. അവിടെ 8 അറബികൾ വന്നിരുന്നു. അറബികളെ കണ്ടുവെക്കുമ്പോൾ അവർ അറബികളാന്ന് അറിയില്ല, അവർ വല്ല സ്പോർട്സിന്റെ കുപ്പായും ഒതൊക്കെട്ടാ വന്നിരിക്കണ്. അപ്പൊ ഞാൻ അടുത്ത് ചെന്നിരുന്നു, അസ്സലാമു അലൈക്കും പറഞ്ഞോടെ ഇരുന്നപ്പോ ഇയാൾ എന്നോട് അറബിയിൽ കൈഫൽ ഹാൽ ഷു മുത്തവ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാ? ഞാൻ ഖത്തരിയിൽ നിന്ന് വന്ന ആളാന്ന് പറഞ്ഞു. അന്ത ഖത്തരി? യാ ഞാൻ. ഞാൻ പറഞ്ഞു, ഈ കോലത്തിൽ നിങ്ങളെ കണ്ട ഖത്തരി ആയിട്ടല്ല മനസ്സിലാക്കണ, ഖത്തരായിട്ടാ മനസ്സിലാക്കുക അവിടെ. അതുകൊണ്ട് നിങ്ങൾ വേഗം പോയിട്ട് നിങ്ങളുടെ ഒറിജിനൽ കന്തൂറിയ തലയെ കെട്ടുവാ ബ്ലാക്ക് സാധനം വെച്ചുവാന്ന് പറഞ്ഞു. ഇവരെ അത് വെച്ച് വന്നപ്പോ എല്ലാവരും ഇവരെ കൈ പിടിക്കണു, ഇവരെ പിടിച്ച് ഉമ്പ വെക്കണു, കെട്ടിപ്പിടിക്കണു. അതുവരെ ഇരുന്ന് ഏതോ നാടന്മാരെ കാലസറായിട്ട് വന്നിരിക്കാന്ന് വെച്ചിട്ടാ. അതാണ് ഓരോരുത്തർ അവരവരുടെ വേഷത്തിൽ വരണമെന്ന് ഞാൻ പറയാനുള്ള കാരണം. ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് 93 ഖത്തറിലേക്ക് പോകുമ്പോ വേഷപ്രച്ഛന്നനായി വരാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ അള്ളാഹു തൗഫീഖ് ചെയ്ത് കന്തൂറിൽ എന്നെ പോയത്, തലകെട്ട് കെട്ടിയെന്നെ പോയത്. എന്നെ ആരും അറസ്റ്റൊന്നും ചെയ്തില്ല. അന്നവിടെ ചെന്നപ്പോ പ്രസംഗിക്കാൻ പെർമിഷൻ ഇല്ല. ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചതിന്റെ പേരില് എന്നെ കൊണ്ടുപോയ 3 ചെറുപ്പക്കാരുടെ ജോലി നഷ്ടപ്പെട്ടു പോയി. എന്നെ അബുദാബിയിലേക്ക് കയറ്റിവിട്ടു ഖത്തർ ഹുക്കൂമത്ത്. ഇന്ന് ഖത്തറിലല്ല, അമേരിക്കയിലല്ല, അന്റാർട്ടിക്കയിൽ പോലും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാനും പ്രസംഗിക്കാനുമുള്ള ഒരു വേൾഡ് ഫ്രീഡം ഉണ്ടാക്കി തന്നത് ആരാന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയേ ഉള്ളൂ, സാക്ഷാൽ കാന്തപുരം AP ഉസ്താദ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ, ആമീൻ. നമുക്കതാണ് AP ഉസ്താദിനോടുള്ള സ്നേഹം. ഈ 80 ചില്ലാനം വയസ്സ് പ്രായമായ ഉസ്താദ് ഇപ്പൊ ചെച്ചിനിയയിൽ പോയിരിക്കുകയാണ്. ആ കൊടും തണുപ്പും കൊണ്ട് അവിടെ പോയിട്ട് പ്രഭാഷണം നടത്തുക. നമ്മളൊരു 50-60 കിലോമീറ്റർ ഓടി ഇവിടെ വന്നിട്ട് പറയുമ്പോഴേക്കും നമ്മൾ ക്ഷീണിച്ചു, യാത്ര ക്ഷീണമായി, അവശനായി, കിടന്നുറങ്ങണം. നാളെ നേരം വെളുക്കുമ്പോഴൊക്കെ ക്ഷീണം തീരുള്ളൂ. ഉസ്താദിന് ക്ഷീണം അള്ളാഹു നൽകുന്നില്ല. കാരണം അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ പൊരുത്തം, സാലിഹീങ്ങളുടെ പൊരുത്തം, മഹാന്മാരുടെ ബറക്കത്ത് അതാരുടെ കൂടെയുണ്ടോ അവരാണ് വിജയിക്കുന്നവർ. അതുകൊണ്ടാണ് സുന്നികളുടെ വിജയമുള്ളത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആണയിട്ടുകൊണ്ട് പറയാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കളെയും സാദാത്യങ്ങളെയും അമ്പിയാക്കളെയും തരം താഴ്ത്തിയവർ നായ തൊട്ട കലം പോലെ മാറിപ്പോവുകയാണ്. അതാണ് ജമാഅത്തെ ഇസ്ലാമിക്കും വഹാബിക്കും പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. അവർ അള്ളാഹ് ബഹുമാനിച്ചതിനെ തിരസ്കരിച്ചു. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ?
എന്താ തഖ്വ? തഖ്വയുടെ അർത്ഥം എന്താണ്? വഹിയ ഇംതിസാലു അവാമിരില്ലാഹി തആല വജ്തിനാബു നവാഹി. അല്ലാഹു തആല കൽപ്പിച്ചതിനെ അപ്പടി ജീവിതത്തിൽ കൊണ്ടുവരികയും അല്ലാഹു തആല വിരോധിച്ചതിനെ വർജിക്കുകയും ചെയ്യുക. അല്ലാഹു ബഹുമാനിച്ചത് കല്ലാണെങ്കിൽ ബഹുമാനിക്കണം, അല്ലാഹു ബഹുമാനിച്ചത് പുല്ലാണെങ്കിൽ ബഹുമാനിക്കണം, അല്ലാഹു ബഹുമാനിച്ചത് മരമാണെങ്കിൽ ബഹുമാനിക്കണം, അല്ലാഹു ബഹുമാനിച്ചത് എന്താണെങ്കിലും ബഹുമാനിക്കണം. അല്ലാഹു തആല വെറുത്തത് ഏറ്റവും വലിയവനെയാണെങ്കിൽ അവനെ വെറുക്കണം. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അല്ലാഹു തആല ശപിക്കപ്പെട്ടവനാക്കി. വകാന അബൽ ജിന്നി, അവൻ ജിന്നുകളുടെ പിതാവായിരുന്നു. അവൻ മലായിക്കത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടവനായിരുന്നു. അസാസീൽ പേരുള്ളവനായിരുന്നു. എന്താണ് ഇബ്ലീസിനെ പറ്റിയ കുഴപ്പം? ഫസജദൽ മലായികത്തു കുല്ലുഹും മജ്മഊൻ ഇല്ലാ ഇബ്ലീസ് അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. അല്ലാഹുവിന്റെ ഹബീബായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ ഇല്ലാ ഇബ്ലീസ, ഇബ്ലീസ് ഒഴിച്ച് അബാ, അവൻ വിസമ്മതിച്ചു. വസ്തക്ബറ, അവൻ കിബർ നടിച്ചു. വകാന മിനൽ കാഫിരീൻ, അവൻ സത്യനിഷേധികളിൽ പെട്ടുപോയി. ബാക്കിയുള്ള എല്ലാ മലക്കുകളും സുജൂദ് ചെയ്തു. അല്ലാഹു ബഹുമാനിച്ച ആദം നബി, മനുഷ്യനായ ആദം നബിനെ ബഹുമാനിക്കാത്തതിന്റെ പേരില് ഇബ്ലീസ് വലിയ പണ്ഡിതനാണ്, ഇബ്ലീസ് വലിയ ആബിദാണ്. ഇബ്ലീസ് സുജൂദ് ചെയ്യാത്തൊരിഞ്ച് സ്ഥലം ആകാശഭൂമിയുടെ ഇടയിലില്ലത്രേ. അത്ര വലിയ പണ്ഡിതനെ അല്ലാഹു തരം താഴ്ത്തിക്കളഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആദം അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അദീദ് തങ്ങളെ ആക്ഷേപിച്ചു പോയ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഇബ്നു സക്കാ. വലിയ പണ്ഡിതനായിരുന്നു. അവസാനം ഔലിയാക്കളെ കുറ്റം പറഞ്ഞതിന്റെ പേരില് അയാൾ ബഗ്ദാദിലെ തെരുവിൽ വെച്ച് കാഫിറായി മരിച്ചുപോയി. മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ഓർമ്മയില്ല, പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് പോലും ഓർമ്മയില്ലാതെ അയാൾ അമുസ്ലിമായി കൊണ്ട് മരിച്ചുപോയ സംഭവം ഔലിയാക്കളുടെ കിതാബ് നോക്കിയാൽ കാണാം. എന്നാൽ അള്ളാഹു ബഹുമാനിച്ച ഔലിയാക്കളെ ബഹുമാനിച്ചത് കൊണ്ട് വലിയ സ്റ്റാറ്റസ് കിട്ടിയവരുടെ ദർജയിൽ ആരുണ്ട്? സ്വർഗത്തിൽ കിടക്കുന്ന 7 ജീവികളുണ്ട്. അതിലൊരു ജീവി ഏതാണ്? നായയാണ്. നായ സ്വർഗത്തിലാണ്. 7 ജീവികളുണ്ട് സ്വർഗത്തിൽ, അതൊന്ന് നായയാണ്. ഏതാണ് ആ നായ? അസ്ഹാബുൽ കഹ്ഫിന്റെ നായയാണ്. ഈ നായക്കുള്ള പ്രത്യേകത എന്താണ്? നായ നിസ്കരിച്ചോ? നായ നോമ്പ് നോറ്റോ? നായ ഹജ്ജ് ചെയ്തോ? നായ സക്കാത്ത് കൊടുത്തോ? നമ്മൾ തല്ലിക്കൊല്ലാൻ പറയുന്ന നായുണ്ടല്ലോ, ആ തെരുവ് നായയിൽപ്പെട്ട നായയല്ല, പക്ഷെ അതിന്റെ വർഗത്തിൽപ്പെട്ട ഒരു ശുനകൻ നാളെ സ്വർഗത്തിൽ കിടക്കുന്നുണ്ട്. ആ നായക്കുള്ള സവിശേഷത എന്താണ്? ഖുർആൻ പറഞ്ഞു 4 കാലും വാലു അതന്നെയാ നായ. വേറൊന്നുമില്ല. കോമൺ സെൻസ് ഇല്ല, ബുദ്ധിയില്ല, നോളജ് ഇല്ല, കമ്പ്യൂട്ടറൈസ്ഡ് മെമ്മറി പവർ ഇല്ല. നായക്കുള്ള ഒറ്റ കാരണം, നായ ചെയ്ത കറാമത്ത് എന്താണെന്നറിയോ? ആ ഗുഹാമുഖത്ത് അതിന്റെ 2 കൈകാലുകൾ വിടർത്തി വെച്ചുകൊണ്ട് വക്കൽബുഹു ബാസിത്തും ദിറാഇഹി ബിൽ ബസീദ്, വക്കൽബുഹു ബാസിത്തും ദിറാഇഹി ബിൽ ബസീദ്. ആ നായ അതിന്റെ 2 കൈകാലികൾ ഗുഹാമുഖത്ത് വളർത്തി വെച്ചുകൊണ്ട് ഔലിയാക്കൾക്ക് കാവലിരുന്നു. അൽ കഹ്ഫിന്റെ ഗുഹയിൽ താമസിച്ച ഔലിയാക്കൾക്ക് ആ നായ അവിടെ കിടന്നുകൊണ്ട് മരണപ്പെട്ടു പോയി. ആ നായ സ്വർഗത്തിലാണെന്ന് ഖാല റസൂലുള്ളാഹ്. മോനെ, അല്ലാഹു തആല ബഹുമാനിച്ചതിനെ ബഹുമാനിച്ച നായ സ്വർഗത്തിലാണ്. അതേ സമയത്ത് അല്ലാഹു തആല ബഹുമാനിച്ചതിനെ നിന്ദിച്ചവളോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ബനി ഇസ്രായേലിൽ ഒരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണ് ഒരു പൂച്ചനെ പിടിച്ച് വീട്ടിലിട്ട് ഹബ്സാക്കി വാതിലടച്ചു. അതിന് വെള്ളം കൊടുത്തില്ല, അതിന് ഭക്ഷണം കൊടുത്തില്ല. അവൾ തഹജ്ജുദ് നിസ്കരിച്ചവളാണ്, വിത്ർ നിസ്കരിച്ചവളാണ്, ളുഹാ നിസ്കരിച്ചവളാണ്, വലിയ ആബിദത്താണ്, വലിയ സാഹിദത്താണ്. പക്ഷേ ആ പെണ്ണിനെ നരകത്തിലാക്കി. കാരണോ? പൂച്ചയ്ക്ക് വെള്ളം കൊടുക്കാത്തതിന്റെ പേരില്, അതിനെ ഫ്രീഡമായി മേഞ്ഞടഞ്ഞു വെക്കാതെ വീട്ടിലിട്ട് പൂട്ടപ്പെട്ടതിന്റെ പേരില് അവൾ അല്ലാഹു നരകത്തിലാക്കി കളഞ്ഞു കേട്ടോ.
ജീവികളോട് കരുണ കാണിക്കാൻ പഠിപ്പിച്ച ഏറ്റവും വലിയ മതമാണ് ഇസ്ലാം. നായക്ക് വെള്ളം കൊടുത്തത് കൊണ്ട് സ്വർഗത്തിൽ കടന്നിട്ടുണ്ട്. ഒരു വേശ്യപ്പണ്ട് ബനി ഇസ്രായേലുണ്ടായിരുന്നു, റസൂലുള്ള പറഞ്ഞത് കണ്ടില്ലേ? അവൾ വേശ്യാലയം നടത്തിന്റെ കൂട്ടിക്കൊടുപ്പുകാരിയായിരുന്നു. അവൾ കൂട്ടിക്കൊടുത്തു വരുന്ന വഴിക്ക് ഒരു കിണറിന്റെ അടുത്തെത്തിയപ്പോ ഒരു നായ നാക്ക് തൂക്കിയിട്ട് നിൽക്കുന്ന വെള്ളത്തിന് ദാഹിച്ചുകൊണ്ട് അവളുടെ സോക്സ് ഊരിയെടുത്തിട്ട് ആ കിണറിലേക്ക് ഇറക്കിയിട്ട് അത് പിഴിഞ്ഞിട്ട് വെള്ളമെടുത്ത ആ നായയുടെ നാക്കിലൊറ്റിച്ചു കൊടുത്ത ഒറ്റ കാരണത്തിന് വേണ്ടി ആ വ്യഭിചാരം നടത്തിയ പെണ്ണ് സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മേനകാ ഗാന്ധി ഇസ്ലാമിനെ പഠിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ആ പ്രവാചകനാണ് പറഞ്ഞത്, ഉപദ്രവകാരിയായ ഒരു പാമ്പ് വന്നിട്ട് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് വഴിയിൽ പണം പിടിച്ചു നിൽക്കുകയാണെങ്കിൽ അതിനെ കൊല്ലൽ കടമയാ മോനെ. അതിനെ കൊല്ലാതെ ഒരാൾ തിരിച്ചു വന്നാൽ ഫലൈസ മിന്നാ, അവൻ എന്റെ സമുദായത്തിൽ പെട്ടവനല്ലെന്ന് ഖാല റസൂലുള്ളാഹ്. രണ്ടൊരു ഇസ്ലാമിൽ തെളിവുണ്ട്. ഉപദ്രവമുള്ളതിനെ കൊല്ലണം. നായക്ക് വെള്ളം കൊടുത്തപ്പോ സ്വർഗം, പൂച്ചയ്ക്ക് വെള്ളം കൊടുക്കാത്തവൾക്ക് നരകം. ജീവികളോട് ഇത്ര കരുണ കാണിച്ചൊരു പ്രവാചകൻ വേറെയില്ല. ഒരിക്കൽ ഒരു മനുഷ്യൻ, ഒരു സഹാബി എന്ത് ചെയ്തു? ഒരു വൃക്ഷത്തിന്റെ മുകളിൽ ഒരു പക്ഷി മുട്ടയിട്ടിട്ട് അതിന്റെ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിങ്ങനെ ചെറിയ രൂപത്തിൽ ഇങ്ങനെ വിരിഞ്ഞിട്ടേ ഉള്ളൂ. ആ സഹാബി എന്ത് ചെയ്തു എന്നറിയോ? അതിന്റെ രണ്ട് പക്ഷിക്കുഞ്ഞുങ്ങളെടുത്ത് വന്ന് റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ വന്നു, നബിയെ എനിക്ക് ആ മരത്തിന്റെ ദ്വാരത്തിൽ നിന്ന് രണ്ട് പക്ഷിക്കുഞ്ഞുങ്ങളെ കിട്ടി. അയാളെ സന്തോഷത്തോടെ പറയാ, ഹബീബിനാ വ സയ്യിദുനാ റഹ്മത്തുൽ ആലമീൻ ആശിഖുനാ വ മഅശൂഖുനാ നബി മുഹമ്മദ് മുസ്തഫ. അതാണ് റസൂലുള്ളാഹി റഹ്മത്തുൽ ആലമീനാകുന്നത്. റസൂലുള്ളാഹി റഹ്മത്തുൽ ആലമീൻ സർവ്വലോകത്തിനും സർവ്വചരാചരങ്ങൾക്കും കാരുണ്യവാനാ കേട്ടോ. ആ ബർക്കത്തിന്റെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അത് വാങ്ങിച്ച് ഇപ്പം ആരും കഴിക്കണ്ട, അവിടെ വെച്ചാൽ മതി. നമ്മുടെ വയലിൽ കഴിയുമ്പോഴോ പോയതിന്റെ ശേഷമോ കഴിച്ചാൽ മതി. അതുപോലെ പെട്ടെന്ന് കൊടുക്കണം കേട്ടോ. അതാണ് റസൂലുള്ളാഹി റഹ്മത്തുൽ ആലമീനാകുന്നത്. ആ മരത്തിന്റെ ദോരത്തിൽ നിന്ന് കെട്ടിയ രണ്ട് പക്ഷിക്കുഞ്ഞുങ്ങളെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ഈ സഹാബി പറയാണ്, യാ റസൂലല്ലാഹ്, നബിയെ ഈ കുഞ്ഞുങ്ങളെ എനിക്ക് കിട്ടിയിരിക്കുകയാണ്. എനിക്ക് രണ്ട് പക്ഷിയുടെ കുട്ടികളെ കിട്ടി, എനിക്ക് വേണം നോക്കി വളർത്തണം എന്ന്. വീട്ടിലൊരു കൂട്ടിലിട്ടിട്ട് നോക്കിയിട്ട് വളർത്തിയിട്ട്, നമ്മളൊക്കെ വീട്ടിൽ തത്തനെ വളർത്തുന്നുണ്ടല്ലേ, ചില വീട്ടിലൊക്കെ തത്തനെ. തെറ്റാണത്. പറന്നു പോകുന്ന ജീവിയാണെങ്കിൽ അതിനെ വീട്ടിൽ വളർത്തൽ ഇസ്ലാമിക രൂപത്തിൽ തെറ്റാ. അതിന്റെ ഫ്രീഡത്തിനെതിരാണത്. അതിനെ പറന്നു പോകാൻ അനുവദിക്കണം. അതേസമയത്ത് അത് സ്വയം പറന്നുപോയി ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് തിരിച്ചാ കൂട്ടിലേക്ക് വന്ന് അതിന്റെ സ്വയഷ്ടത്തിന് മുളഞ്ഞു പോകുകയാണെങ്കിൽ അത് കുഴപ്പമുള്ളതല്ല. അതേസമയത്ത് അതിനെ പിടിച്ച് ഹബിസിലിട്ട് അതിന്റെ പറവകളിൽ നിന്ന് അതിനെ വേർതിരിച്ച് ഒറ്റക്കിടുന്നത് തെറ്റാണ് കേട്ടോ. ഈ രണ്ട് കുഞ്ഞുങ്ങളെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഹാജരാക്കിയപ്പോ ആ സഹാബിയോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സഹാബി നീ എന്താണ് ചെയ്തിരിക്കുന്നത്? അതിന്റെ തള്ളപ്പക്ഷി വന്നിട്ട് ആ കുഞ്ഞുങ്ങളെ കാണാതെ നിലവിളിക്കുന്നുണ്ടാവില്ലേ? നീ വേഗം തന്നെ പോയിട്ട് ഈ കുട്ടികൾ അതിന്റെ തള്ളപ്പക്ഷിയുടെ കൂട്ടിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി റസൂലുള്ള പറയുകയാണ്. ആ സഹാബി പറയുകയാണ്, ഞാൻ ആ കുഞ്ഞുങ്ങളുമായി കടന്നു ചെല്ലുമ്പോ ആ മരത്തിന്റെ ചില്ലയിലിരുന്ന് കൊണ്ടൊരു പക്ഷി ഇങ്ങനെ ഓടിയിട്ട് കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ കുഞ്ഞുങ്ങളെ അതിന്റെ ദോരത്തിലങ്ങ് വെച്ചു കൊടുത്തപ്പോൾ ആ പക്ഷി ഓടി വന്നിട്ട് ആ കുഞ്ഞുങ്ങളെ രണ്ടിനത്തിനെയും ചിറകിന്റെ ഉള്ളിലേക്ക് ഒരുമിച്ച് കൂട്ടുകയാണ്. അതാണ് റഹ്മത്തുൽ ആലമീൻ നബി മുഹമ്മദ് മുസ്തഫ. പക്ഷികളോട് പോലും കരുണ കാണിക്കുന്ന പ്രവാചകൻ, മൃഗങ്ങളോട് കരുണ കാണിക്കുന്ന പ്രവാചകൻ, പ്രകൃതിയോട് കരുണ കാണിക്കാൻ പഠിപ്പിച്ച പ്രവാചകൻ. മനുഷ്യനോട് മാത്രമല്ല, പ്രകൃതിയോട് കരുണ കാണിക്കാൻ റസൂലുള്ളാഹി പറഞ്ഞു. എവിടെയാ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, യുദ്ധത്തിന് പുറപ്പെടുന്ന സഹാബത്തിനെ വിളിച്ചിട്ട് യുദ്ധത്തിന് പോകുമ്പോ ഖൈബർ യുദ്ധത്തിന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് എന്ന ഖാജ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഖൈബർ യുദ്ധത്തിന് പുറപ്പെടുന്നത് എങ്ങനെയാ? ഖൈബർ യുദ്ധം ആദ്യത്തെ ദിവസത്തില് ആമിർ ഇബ്നുൽ അഖ്വ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ ചെല്ലുകയും ശത്രുക്കളോട് പോരടിക്കുകയും മുറഹിബുമായി മല്ലടിക്കുകയും ബഹുമാനപ്പെട്ട സഹാബത്ത് കൂട്ടത്തോടെ മരിക്കുകയും ചെയ്തു. ആ വിവരം അള്ളാഹുവിന്റെ റസൂലിനോട് വന്ന സഹാബത്ത് പറഞ്ഞപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഞാൻ ഒരു മനുഷ്യന്റെ കയ്യിൽ ഒരു കൊടി കൊടുക്കും.
ആ കൊടി കൊടുക്കുന്ന മനുഷ്യന്റെ കൈകൊണ്ട് ഖൈബർ വിജയിക്കും. അയാൾ ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ സുബഹി നിസ്കാരം കഴിയട്ടെ, ആളുടെ പേരപ്പ ഞാൻ പറയാ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മനസ്സിലുള്ളത് എന്റെ പേരാവണമെന്നാണ്. സിദ്ദീഖുൽ അക്ബറിന്റെ മനസ്സിലുള്ളത് എന്റെ പേരാവണമെന്നാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുള്ളത് എന്റെ പേരാവണമെന്നാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുള്ളത് എന്റെ പേരാവണമെന്നാണ്. എല്ലാവരും കിടന്നുറങ്ങി സുബഹിക്ക് അവ്വൽ സുബഹിക്ക് പള്ളിയിലെത്തി മദീനയിലെ മസ്ജിദുൻ നബവിയിൽ വന്നു. സുബഹി നിസ്കാരം കഴിഞ്ഞ് ജമാഅത്ത് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണ് സ്വഹാബത്തിന്റെ ഇടയിലേക്ക് ഇങ്ങനെ പരതി നോക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഉമറിനെ നോക്കുന്നുണ്ട്, ഉസ്മാനെ നോക്കുന്നുണ്ട്, സിദ്ദീഖിനെ നോക്കുന്നുണ്ട്, പക്ഷേ മിണ്ടുന്നില്ല. അവസാനം നബി തങ്ങൾ സ്വഹാബത്തിന്റെ ഇടയിലൊന്ന് നോക്കിയിട്ട് പറയാണ്, ഐന അലി, എവിടെയാ അലിയാരെവിടെ? ആ സമയത്ത് ഒരു സ്വഹാബി എഴുന്നേറ്റ് പറഞ്ഞു, നബിയേ, അലിയാർക്ക് ചെങ്കണ്ണ് രോഗം ബാധിച്ചിരിക്കുകയാണ്. രണ്ട് കണ്ണും കലങ്ങി കഷായം പോലെ കഥാ ചുവന്ന കളറായിരിക്കുകയാണ്. അലിയാർക്ക് നിസ്കരിക്കാൻ വരാൻ വയ്യ. അസഹനീയമായ വേദനയാണ് കണ്ണിനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഉദൂ അലിയാ, അലിയെ വിളിച്ചുകൊണ്ടുവാ. ഒരു സ്വഹാബി പോയിട്ട് അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് വരികയാണ്. അലി റളിയല്ലാഹു അൻഹു രണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് വാർത്തുകൊണ്ട് വേദനയോടെ വിഷമത്തോടെ വരികയാണ്. രണ്ട് കണ്ണോ അതാ ചുവപ്പ് കളറാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കണ്ണിന് രോഗമുണ്ടല്ലേ? ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് ചെയ്തത്? ഇളനീൻ കുഴം പൊറ്റിക്കാൻ പറയല്ല ചെയ്തത്, ഐ ഡ്രോപ്സ് എഴുതി കൊടുക്കുകയല്ല ചെയ്തത്. നബി തങ്ങൾ വായിലങ്ങ് കൈയിട്ടു, അവിടുത്തെ വായിലുള്ള തുപ്പ് നീരെടുത്തു, അലിയുടെ കണ്ണിലങ്ങ് തേച്ചിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇശ്ഫീ. അലിയാരുടെ രണ്ട് കണ്ണു പെട്ടെന്ന് സടകുടാ തെളിയുകയാണ്. അലിയാരുടെ കണ്ണിന്റെ രോഗം മാറുകയാണ്. ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ റസൂലുള്ള ഒരു പതാക കൊടുക്കുകയാണ്. അലിയാരുടെ കയ്യിൽ നബി തങ്ങൾ ഒരു വാള് കൊടുക്കുകയാണ്. ആ വാളിന്റെ പേരാണ് ദുൽഫുഖാർ. അലിയാർക്ക് റസൂലുള്ള തലയെക്കെട്ട് കെട്ടിക്കൊടുക്കുകയാണ്. ഇന്നും മർക്കസു സഖാഫത്ത് സുന്നിയയിൽ നിന്ന് പുറത്തു വരുന്ന സഖാഫികൾക്ക് മുത്തവ്വൽ അവസാനത്തെ കൊല്ലത്തില് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് തലയെക്കെട്ടിന്റെ ഇജാദത്ത് പറഞ്ഞു കൊടുത്തുകൊണ്ട് തലയെക്കെട്ട് കെട്ടിക്കൊടുക്കുന്ന പരിപാടിയുണ്ട്. അല്ലാതെ വെറുതെ കെട്ടിയതല്ല ഈ കെട്ടുമോനെ, അത് ഇജാദത്തുള്ളവരാണ്, അവർ കെട്ടിത്തന്നതാണ്. അത് അഴിച്ചു വെക്കാനുള്ളതല്ല, അത് ദൂരേക്ക് വലിച്ചെറിയാനുള്ളതല്ല. അലി റളിയല്ലാഹു അൻഹുവിന്റെ തലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയിലിരുന്ന തലയെ കെട്ടെടുത്തിട്ട് അലിയാരുടെ തലയിൽ വെച്ചു കൊടുത്തിട്ട് പറയാണ്, ഇനി ഖൈബറിൽ പോകണം, മുറഹിബുമായി യുദ്ധം ചെയ്യണം, എന്നിട്ട് ഇസ്ലാമിന്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തി നീ വിജയശ്രീലാളിതനായി തിരിച്ചു വരണം. അലി പൊക്കോ. വാള് കൊടുത്തു, തലയെ കെട്ടുകൊടുത്തു, കയ്യിലൊരു കൊടിയും കൊടുത്തു. അലി റളിയല്ലാഹു അൻഹു ആ ഭാഗ്യവാൻ, സ്വന്തം മകളുടെ ഭർത്താവാ. നമ്മളാണെങ്കിലോ ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാനില് ഒരു യുദ്ധം നടക്കുക അതിർത്തിയിൽ എന്ന് വെച്ചോ, നമ്മുടെ ആഭ്യന്തര കാര്യവകുപ്പ് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗാണ്. അദ്ദേഹമാണ് ഓർഡർ ഇടേണ്ടത്, എത്ര മിലിറ്ററിയുടെ ബറ്റാലിയൻ മിലിറ്ററി അതിർത്തിയിലേക്ക് പോകണം, എവിടൊക്കെ മിലിറ്ററി നിൽക്കണം, എവിടൊക്കെ നാവികസേന വേണം, എവിടൊക്കെ കരസേന വേണം, എവിടൊക്കെ ലഫ്റ്റനന്റ് കേണൽമാര് വേണം, എവിടൊക്കെ കേണൽ വേണം, ഇതൊക്കെ ഓർഡറിന്റെ ആൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. ആ മന്ത്രിയുടെ മകളെ കെട്ടിയ ഒരു മരുമകൻ ഒരു വലിയ പട്ടാളക്കാരനാണെങ്കിൽ മന്ത്രി ചെയ്യോ? ആ പോർമുഖത്തേക്ക് മരുമകനെ മുന്നിൽ കാണു പറഞ്ഞേക്കോ? മരുമകൻ വെടികൊണ്ട് മരിച്ചാൽ മന്ത്രിയുടെ മകൾ വിധവയാകും. നമ്മുടെ നാട്ടിൽ പലതും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പണ്ട് ജമ്മു കാശ്മീർ ഭരിച്ചിരുന്ന ഒരു മന്ത്രിയുടെ മകളെ തട്ടിക്കൊണ്ടുപോയപ്പോ, പേര് മുസ്ലിമാണ്,
ഒരു മന്ത്രിയുടെ മകളെ തട്ടിക്കൊണ്ടുപോയപ്പോ ഭീകരവാദികൾ ചലഞ്ച് ചെയ്തത്, ഞങ്ങളുടെ ഭീകരവാദ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട 10ഓളം വരുന്ന ഭീകരന്മാരെ ജയിലിൽ നിന്ന് വിട്ടാ മന്ത്രിയുടെ മോളെ വിടാം. മന്ത്രി നെഞ്ഞത്തടിച്ചിട്ട് പറഞ്ഞു, എന്റെ മന്ത്രിപ്പണി പോയാലും വേണ്ടില്ല, എനിക്ക് എന്റെ മോളാണ് വലുത്, അതുകൊണ്ട് വേഗം വേത്ത് ഒരു 10 ഭീകരനല്ല. കണ്ടഹാർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇന്ത്യയുടെ വിമാനം പറഞ്ഞയച്ചിട്ട് 28 ഭീകരന്മാരെ വെച്ചുകൊടുത്തിട്ട് മന്ത്രിയുടെ മകളെ രക്ഷപ്പെടുത്തിയ രാജ്യമാണ് നമ്മുടെ ജനാധിപത്യ രാജ്യം. ഞാനത് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു പോയതാ. പക്ഷേ യുദ്ധമുഖത്തേക്ക് ആരെയാണ് പറഞ്ഞയക്കുന്നത്? തന്റെ കരളിന്റെ ഘട്ടമായ മകളായ ഫാത്തിമത്തു സുഹ്റ, ആ ഫാത്തിമയുടെ ഭർത്താവായ അലി, എല്ലാ തങ്ങന്മാരുടെയും ബാപ്പ, അഹ്ലു ബൈത്തിന്റെ വല്യുപ്പ അലി ഇബ്നു അബീ ത്വാലിബിന്റെ കയ്യിൽ വാള് പിടിച്ചിട്ട് പറയാണ്, പോ മുറഹിബിനോട് യുദ്ധം ചെയ്ത് തിരിച്ചു വാ. അലിയാര് ഖൈബറിലങ്ങ് ചെന്നപ്പോ ഖൈബർ യുദ്ധക്കലം പ്രക്ഷുബ്ധമായി നിൽക്കുകയാണ്. ആരാണ് ഖൈബറിൽ ഈ അന്നും ഇന്നും എന്നും ഇസ്ലാമിന്റെ ശത്രു ഒരൊറ്റ ശക്തിയാണ്. ആരാ മോനെ ഇസ്ലാമിന്റെ ശത്രു? യഹൂദികൾ. യഹൂദികൾ. ഇവിടുത്തെ ഹിന്ദുക്കളെ, ഇന്ത്യയിലെ ഹിന്ദുക്കളെ, നിങ്ങൾ ഇസ്ലാമിന്റെ ശത്രുവല്ല. ക്രിസ്ത്യാനികളെ, നിങ്ങളെ ഞങ്ങൾ ശത്രുവായി കാണുന്നില്ല. ഇവിടുത്തെ സിഖുകാരെ, ബുദ്ധന്മാരെ, പാർസികളെ, ജൈനക്കാരെ, 2400 സംതിങ്ങിലടക്കം വരുന്ന മതവിശ്വാസികളെ, നിങ്ങളെ ഞങ്ങൾ ശത്രുക്കളായി കാണുന്നില്ല. ഇസ്ലാമിന്റെ അന്നത്തെയും ഇന്നത്തെയും എന്നത്തെയും ശത്രു യഹൂദികളാണ്. തെളിവുകൾ ലക്ഷങ്ങളുണ്ട്. തെളിവുകൾ ലക്ഷങ്ങളുണ്ട്. കാരണം അല്ലാഹുവിന്റെ റസൂലിന് വിഷം കൊടുത്തു കൊല്ലാൻ ശ്രമം നടത്തിയ പെണ്ണാരാണ്? സൈനബ്. അവൾ ആരായിരുന്നു? യഹൂദിച്ചി. അറിയാലോ, സൈനബ് എന്ന പെണ്ണ് അല്ലാഹുവിന്റെ റസൂലിന് പൊരിച്ച ആടുമാംസത്തിൽ വിഷം കൊടുത്തു. ബഹുമാനപ്പെട്ട ബിശ്ർ റളിയല്ലാഹു അൻഹു ആ വിഷം കടിച്ചിട്ടാണ് മരിച്ചു വീണ് പോയത്. 11ഓളം സഹാബത്ത് ഛർദിച്ചു. അവശനായി തലകറങ്ങി വീടുപോയി. അല്ലാഹുവിന്റെ റസൂൽ ആടിന്റെ ഇറച്ചി എടുത്തിട്ട് വായിൽ വെക്കുമ്പോ ആ മരിച്ചു കിടക്കുന്ന ആട് പറയാണ്, യാ റസൂലല്ലാഹ്, അങ്ങനെ തിന്നരുത് നബിയേ, എന്റെ മാംസത്തിൽ വിഷമുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ബിശ്ർ റളിയല്ലാഹു അൻഹു തിന്നു കഴിഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട ബിശ്ർ റളിയല്ലാഹു അൻഹു തലകറങ്ങിക്കൊണ്ട് വീഴുകയാണ്. അവിടെ കടന്നുകൊണ്ട് മരിക്കുകയാണ്. ബാക്കിയുള്ള സഹാബത്തിനോട് റസൂലുള്ളാഹി പറഞ്ഞു, ചെയ്യരുത്. ആ സൈനബ് എന്ന പെണ്ണ് പൊരിച്ച ആടുമാംസത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടല്ലോ. മരണപ്പെടാൻ വേണ്ടി ആയിഷ ബീവിയുടെ മടിയിൽ കിടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താണ്? അന്നാ യുദ്ധക്കളത്തിൽ വെച്ച ആ പെണ്ണുണ്ടല്ലോ, ആ സൈനബ്, എനിക്ക് ആടുമാംസത്തിൽ വിഷം തന്നതിന്റെ ആ ഒരു ചെറിയൊരംശം ഈ മരണസമയത്ത് എന്റെ ശരീരത്തിലേക്ക് കയറി വരുന്നുണ്ടെന്ന് ഖാല റസൂലുള്ളാഹി. പോരാ, മുസ്ലിം സമുദായത്തെ എങ്ങനെയൊക്കെ നശിപ്പിക്കാം. ഈ വഹാബികളും ജമാഅത്ത് ഇസ്ലാമികളൊക്കെ ഈ സാധനത്തിന്റെ ഉൽപ്പന്നങ്ങളാ. കാരണം ഇസ്ലാമിനെ തകർക്കാൻ പണ്ട് ഒരു സാധനം വന്നിട്ടുണ്ടല്ലോ മോനെ, എന്താ? പൂച്ചനെ പുലിയാക്കിയൊരു സാധനം. അയ്യസ്, ഇസ്ലാമിക സ്റ്റേറ്റ്. അല്ലാ, മണ്ണാങ്കട്ടെ, സാധനം പൂച്ചേന് പറഞ്ഞു എല്ലാരും കൂടി അതിനെ പുലിയാക്കുക. സാധനം പൂച്ചയാണോ? പറഞ്ഞു എല്ലാരും കൂടി അതിനെ പുലിയാക്കി. ഐഎസ്, ഇസ്ലാമിക സ്റ്റേറ്റ് സ്ഥാപിക്കാൻ വേണ്ടി പുറപ്പെട്ട ആളുകൾ. സുന്നികൾ പണ്ടും എന്നും എവിടെയും ഇസ്ലാമിക സ്റ്റേറ്റ് പറഞ്ഞിട്ടില്ല. ആരാണ് ഇവിടെ ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന മുദ്രാവാക്യം ഇന്ത്യയിൽ ആദ്യം വിളിച്ചത്? ജമാഅത്തെ ഇസ്ലാമിക്കാരാ. ഹുക്കൂമത്തെ ഇലാഹി. ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് സകലനത്തിനും പിടിച്ച് ഉള്ളിക്കേറ്റിട്ടു. മൊറാർജി ദേശായിയുടെ ഭരണം വന്നപ്പോ ഒക്കെ പുറത്തിറക്കാൻ വേണ്ടി അവർ എഴുതി ഹുക്കൂമത്തെ ദേശായി എന്നാക്കി. അപ്പൊ എല്ലാരും പുറത്താക്കി. അവർ ആരെ ചെയ്തതാരാ? ഹുക്കൂമത്തെ ഇലാഹി വേണമെന്ന് പറഞ്ഞതാരാ? ജമാഅത്തെ ഇസ്ലാമി. നിഷേധിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ടി ആരിഫ് അലിക്കോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറന്മാർക്കോ ധൈര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇതൊക്കെ പരസ്യമായിട്ട് നമ്മൾ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ,
നമ്മുടെ അകത്തുള്ള ക്യാൻസർ അങ്ങ് വന്നാൽ അത് മുറിച്ചു മാറ്റലേ ചെയ്യും. കീമിയോതെറാപ്പി കൊടുത്താലും ചില ക്യാൻസർ മാറൂല. അതിന് ഡിസ്കണക്ട് ചെയ്യണം അവിടെ വെച്ചിട്ട്. അതാണിത്. മുസ്ലിം സമുദായത്തിന് ബാധിച്ച ക്യാൻസറാണ് വിധിവത്ത്. ഇന്ത്യയുടെ മോചന ഇസ്ലാമിലൂടെ എന്ന മുദ്രാവാക്യം വിളിക്കാൻ ഇതിന്റെ ഒരു വിദ്യാർത്ഥി സംഘടന രംഗത്ത് വന്നപ്പോ അന്നാണ് മലപ്പുറം ജില്ലയിൽ ഒരു മുസ്ലിം പള്ളിയുടെ മുകളില് ഹിന്ദു വർഗീയവാദികൾ എഴുതി വെച്ചത്, എങ്കിൽ ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ. വടിയോട് തടി വാങ്ങിച്ചതല്ലേ ഞാൻ പറഞ്ഞു വരുന്നത്. ഈ യഹൂദികൾ മുസ്ലിമീങ്ങളെ തകർക്കാൻ കണ്ടുപിടിച്ച മാർഗം ഡിവൈഡ് ആൻഡ് റൂൾസ്, ഭിന്നിപ്പിച്ച് ഭരിക്കുക. അവർ ആദ്യം ചെയ്ത പണി എന്താണെന്നറിയോ? മഹാനായ മുഹമ്മദ് മുസ്തഫ, ഒന്നുകൂടി ഉറക്കെ പറഞ്ഞ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹയാത്ത് കാലത്ത് യഹൂദികൾ ചെയ്ത ആദ്യത്തെ പരിപാടി മുഹമ്മദ് നബിനെ പോലത്തെ ഒരു നബിനെ ഇറക്കി. അവൻ ആരാ? മുസൈലിമത്തുൽ കദ്ദാബ് ലഅനത്തുല്ലാഹി അലൈഹി. മൂപ്പരെ നബിയാക്കാൻ വേണ്ടി പറഞ്ഞയച്ച് പ്രചോദനം കൊടുത്തതാരാ? ഈ യഹൂദികളിൽ. മൂപ്പര് വന്നിട്ട് റസൂലുള്ളാഹിക്ക് ഒരു കത്ത്. എന്താ കത്ത്? മിൻ മുസൈലിമത്തി റസൂലില്ലാ ഇലാ മുഹമ്മദിർ റസൂലില്ലാ. കത്തിന്റെ തുടക്കം അങ്ങനെ, അള്ളാന്റെ റസൂലായ മുസൈലിമയിൽ നിന്ന് അള്ളാന്റെ റസൂലായ മുഹമ്മദിനുള്ള കത്ത്. മുഹമ്മദെ, നീ സൗദി അറേബ്യ, ഒമാൻ, സുഡാൻ, ഈജിപ്ത്, സിറിയ ഇവിടൊക്കെ നീ നബി ആയിക്കോ. ഞാൻ ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, ഈജിപ്ത്, തുനീഷ്യ അങ്ങനെ ഭാഗത്തൊക്കെ ഞാനും നബിയാവാം. നമ്മൾ തമ്മിൽ യുദ്ധം തകരാറൊന്നും വേണ്ട. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ നമുക്ക് ഈ നബി കച്ചവടം അങ്ങനെ സുഖമായി നടത്താം. അതുകൊണ്ട് നമ്മൾ തമ്മിൽ യുദ്ധത്തിലൊന്നും പോണ്ട. നീ അവിടെ നബിയായിക്കോ, ഞാൻ ഇവിടെ നബിയാകാം. ഈ കത്ത് റസൂലുള്ളാഹിക്ക് കിട്ടിയപ്പോഴേ അള്ളാഹുവിന്റെ റസൂല കത്തിന് മറുപടി ഏതെന്താണെന്നറിയോ? മിൻ മുഹമ്മദിർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ മുസൈലിമത്തുൽ കദ്ദാബ് അസ്ലിം തസ്ലം വഇല്ലാ ഫഇന്ന അലൈക ഇസ്മ അത്ബാഇക. റസൂലുള്ളാഹിന്റെ കത്തിന്റെ മറുപടിയാ മിൻ മുഹമ്മദിർ റസൂലുള്ളാഹി ഇലാ മുസൈലിമത്തുൽ കദ്ദാബ്. കളവ് പറയുന്ന കള്ളനായ തമ്മാടിയായ എടാ കൂടമേ, നിനക്ക് മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ കത്ത്. അസ്ലിം തസ്ലം, എടാ കള്ള, നീ വേഗം മുസ്ലിമായിക്കോ, എന്നാ നീ രക്ഷപ്പെടും. വഇല്ല, നീ മുസ്ലിമായിട്ടില്ലെങ്കിൽ ഫഇന്ന അലൈക ഇസ്മ അത്ബാഇക, നിന്നോട് പിൻപറ്റിയവരുടെ കുറ്റം നിന്റെ തലയ്ക്ക് മുകളിലാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ഇത് പറഞ്ഞ് മുസ്ലിമാകുക എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തയച്ചപ്പോ ഈ കത്ത് ഒരു സഹാബി കൊണ്ടുപോയിട്ട് മുസൈലിമത്തുൽ കദ്ദാബിന് കൊടുത്തപ്പോ, മുസൈലിമ കത്ത് കിട്ടിയപ്പോ വേഗം പൊളിച്ചു വായിച്ചു നോക്കുമ്പോ നെഞ്ഞത്തേക്കുള്ള ഉടനെ മൂപ്പര് കത്ത് കൊണ്ട് മടക്കിയിട്ട് ചീന്തിയിട്ട് ഒരൊറ്റ ഏറ. എന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ ഈ കൂട്ടത്തില് ഞാൻ ചോദിക്കുകയാണ്, മുഹമ്മദിനെ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഒരു മനുഷ്യൻ നീച്ചുന്നിട്ട് പറഞ്ഞു, എനിക്കറിയാം. എങ്ങനെ അറിയും? ഞാൻ മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. മുസൈലിമത്തുൽ കദ്ദാബ് ചോദിച്ചു, എന്താ തെളിവ്? അയാൾ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച മദീനയിലെ പള്ളിയില് അള്ളാഹുവിന്റെ റസൂലിന്റെ ദുആയുടെ ബർക്കത്ത് കൊണ്ട് ഒരാൾക്ക് കണ്ണിന് കാഴ്ച കിട്ടിയിട്ടുണ്ട്, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതെന്താണ് സംഭവം? ഒരാളൊരു കണ്ണില്ലാത്ത മനുഷ്യൻ വന്ന് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, നബിയേ, والبغش والأشجار كالسجدة له وعليه كالسلمن بعد تشهد ومن اليسير سقاوات أما جيشه حتى اكتفوا ويسيره لم ينفدي. നബിയേ, എനിക്ക് കണ്ണ് കാണാത്ത പാവപ്പെട്ടവനാണ്, എന്റെ കണ്ണ് തിരിച്ചു തരുമോ? എനിക്ക് മരിക്കുന്നതിന്റെ മുമ്പ് അള്ളാന്റെ റസൂലിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്.
ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിനക്ക് കണ്ണ് ഞാൻ തരാ. അല്ലാതെ മുഹമ്മദ് നബിയോട് കണ്ണ് ചോദിച്ച മനുഷ്യനോട് മുഹമ്മദ് നബി പറഞ്ഞത് കണ്ണ് ഡോക്ടറോട് ചോദിക്കണോ, അത് കോയമ്പത്തൂര് അരവിന്ദ് ആശുപത്രിയിൽ പോടോ അല്ലെങ്കിൽ അഹല്യ കണ്ണാശുപത്രിയിൽ പോടോ എന്നല്ല പറഞ്ഞത്. നിനക്ക് കണ്ണ് ഞാൻ തരാ, പക്ഷേ ഒരു ടേംസ് ഓഫ് കണ്ടീഷൻ ഉണ്ട്. എന്താണ്? നീ പോയി ഉദൂ ചെയ്ത് വാ. ഉദൂ ചെയ്ത് വന്നതിന്റെ ശേഷം ഫവജ്ജിഹ് ഇലൽ ഖിബല, ഖിബലയിലേക്ക് തിരിഞ്ഞു നിൽക്കുക. ഫസല്ലി റകഅത്തൈൻ, എന്നിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ പറയുന്ന ദുആ നീ അങ്ങ് ചൊല്ലണം. ഏതാണ് ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിഹഖി ഹാദൻ നബിയ്യി വബിഹഖി അംബിയാഇക അല്ലദീന മൻ ഖബലു. പടച്ചവനെ, ഈ നബിയുടെ ഹക്ക് കൊണ്ട് കഴിഞ്ഞുപോയ ആദം നബി മുതൽ മുഹമ്മദുർ റസൂലുള്ളാഹി വരെയുള്ള എല്ലാ നബിമാരുടെ ഹക്ക് കൊണ്ട് എനിക്ക് കണ്ണ് തരണേ. പറഞ്ഞപ്പോഴോ കണ്ണ് കിട്ടിപ്പോ. ഈ സംഭവം കണ്ട മനുഷ്യൻ പറയാണ്, കഴിഞ്ഞ ആഴ്ച മുഹമ്മദ് കണ്ണില്ലാത്ത മനുഷ്യന് കണ്ണ് കൊടുത്തു കേട്ടോ. മുസൈലിമത്തുൽ കദ്ദാബ് ലഅനത്തുല്ലാഹി അലൈഹി അവൻ പറഞ്ഞു, ആഹാ, അങ്ങനെ കണ്ണില്ലാത്ത ആൾക്ക് മുഹമ്മദ് കണ്ടുകൊടുത്തോ? എന്നാൽ ഞാനിവിടെ പറയുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും കണ്ണ് ആവശ്യമുള്ളവരുണ്ടോ? അപ്പോ ഒരു ഒറ്റ കണ്ണൻ അവിടെ ഇരുന്നു. മുമ്പൊക്കെ ഒരു കണ്ണ് പൊട്ടിയിരുന്നു, ഒരു കണ്ണിന് കുഴപ്പമില്ല. അവൻ പറഞ്ഞു, മുസൈലിമ, കാലം കുറേയായി എന്റെ ഈ ഒരു കണ്ണ് പൊട്ടിയിട്ട് ഞാൻ നടക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു കണ്ണൊന്ന് ഈ ശരിയാക്കി തന്ന നീ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഇപ്പൊ ഇവിടെ വെച്ചിട്ട് ഇവിടെ സദസ്സിന്റെ പോലെ കയറി പറയാനോ? മുസൈലിമത്തുൽ കദ്ദാബ് അയാളെ സദസ്സിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്, ഇപ്പൊ ശരിയാക്കി തരാം. എങ്ങനെ ശരിയാക്ക? നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞില്ലേ, നമ്മളിങ്ങോട്ട് വന്നാൽ മതി, എല്ലാം ശരിയാക്കും. ആ ശരിയാക്കലല്ല ഈ ശരിയാക്കല്, ഈ ശരിയാക്കലല്ല ആ ശരിയാക്കല്, കേട്ടോ? അപ്പോ ഇപ്പൊ ശരിയാക്കി തരാൻ പറഞ്ഞ് സ്റ്റേജിന് മുന്നിൽ വിളിച്ചു കൊടുന്നു. മുസൈലിമത്തുൽ കദ്ദാബ് എന്ത് ചെയ്തു എന്നറിയോ? ആ പൊട്ടിയ കണ്ണുള്ള മനുഷ്യന്റെ മറ്റേ കണ്ണിന്റെ മുകളിൽ ഒന്നിങ്ങനെ തടവി. ഒരു ശബ്ദം കേട്ടു, മറ്റത് പൊട്ടിയതാ. മറ്റേ കണ്ണും കൂടിയാണ് പൊട്ടിയതല്ലല്ലോ അത്ഭുതം. 2 കണ്ണും പൊട്ടിയപ്പോ ജനങ്ങൾ പേടിച്ചു. പടച്ചോനെ, ഈ പഹയൻ തൊട്ടിട്ട് മറ്റതും പോയല്ലോ, അയാളുടെ 2 കണ്ണും പോയല്ലോ. ഈ 2 കണ്ണും പോയവനോട് മുസൈലിമത്ത് ചോദിച്ചു, ഇപ്പൊ എന്നെ പറ്റി നിന്റെ അഭിപ്രായം എന്താവെന്ന് പറഞ്ഞു കൊടുക്കുക. അയാള് പറഞ്ഞു, നീ തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ റസൂലാണ്. എന്താ തെളിവ്? അല്ലാതെ ആർക്കാ പറ്റിയ? പൊട്ടാത്ത കണ്ണിന്റെ മുകളിൽ തൊട്ട് പൊട്ടിയ കണ്ണ് തൊടാൻ വേണ്ടി പറഞ്ഞപ്പോ പൊട്ടാത്ത കണ്ണുമ്പോ തൊട്ടപ്പോ മറ്റേ കണ്ണും പൊട്ടിക്കണമെങ്കിൽ അതല്ലേ മോചിതത്ത്. അതുകൊണ്ട് നീ അല്ലാഹുവിന്റെ റസൂലാണ്. ഇമ്മാതിരി പൊട്ടന്മാര് ലോകത്തുണ്ടായിരുന്നു. ഇതിനെ പറഞ്ഞേറ്റതാരാ? യഹൂദികള്. ആ മുസൈലിമത്തുൽ കദ്ദാബിനെ ബഹുമാനപ്പെട്ട വഹ്ശി റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകനായ വഹ്ശി പിന്നീട് മുസ്ലിമായി ഒരു യുദ്ധക്കളത്തിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടതായി ചരിത്രത്തിൽ കാണുന്നു. ആവട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ കള്ളനബിമാരെ കുറെ പറഞ്ഞയച്ചു നോക്കി യഹൂദികളെ ഈ മതം തകർന്നില്ല. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ശേഷം, നല്ലോണം ശ്രദ്ധിക്കണം മോനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ഈ മതം ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി കൊണ്ടുപോകേണ്ട ധാർമ്മികമായ ബാധ്യതയുള്ളവരാരാണ്? അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. ഉലമാഉ ഉമ്മത്തി കഅംബിയാഇ ബനി ഇസ്രായീൽ ഖാല റസൂലുള്ളാഹ്. പണ്ഡിതന്മാരിലേക്കാണ് അല്ലാഹു തആലാന്റെ റസൂൽ ഇതിനെ ഏൽപ്പിച്ചു കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിട്ട് 6 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോ അക്കാലത്തെ യഹൂദികൾ ഒരു കാര്യം തീരുമാനിച്ചു. കാരണം മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ റൗള ശരീഫിലേക്ക് അന്നും ഇന്നും എന്നും ഖിയാമത്ത് നാൾ വരെയോ ജനലക്ഷങ്ങൾ വന്നിട്ട് യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിനോട് സലാം പറഞ്ഞിട്ട് നബി തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യുന്ന കാഴ്ച ഇന്നും വലിയ സംഭവമല്ലേ?
നമ്മുടെ നാട്ടിൽ നിന്ന് കൊല്ലം എത്ര ആളുകളാണ് ഹജ്ജിന് പോകുന്നത്? ഞാൻ മനസ്സിലാക്കുന്നു ഇന്ത്യയിൽ നിന്ന് പോകുന്നത് ഒരു 1.5 ലക്ഷത്തിന്റെ താഴെ ഹാജിമാർക്ക് മാത്രമേ ഇന്ത്യയിലെ ഹജ്ജ് കോട്ടയുടെ അലൗഡുള്ളൂ. 1.5 ലക്ഷം ഹാജിമാര് മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് ഹജ്ജിന് പോകുന്നത്. ലോകത്തിൽ ഏറ്റവും അധികം ഹാജിമാര് വരുന്നത് ഇന്തോനേഷ്യയിൽ നിന്നാണ്. ലോകത്തിൽ ഏറ്റവും അധികം ഹാജ് മുസ്ലിങ്ങൾ ഉള്ളതും ഇന്തോനേഷ്യയിലാണ് അല്ലേ? എന്നാ സൗദി അറേബ്യയുടെ വെബ്സൈറ്റ് ഒന്ന് എടുത്തു നോക്കി. ഇവിടെ ഓൺലൈനായി പരിപാടി സംപ്രേഷണം ചെയ്യുന്നവരുണ്ടല്ലോ, നിങ്ങളുടെ കയ്യിലൊക്കെ മൊബൈൽ നെറ്റുള്ളവരുണ്ടല്ലോ. www.ksa.com എന്നൊന്ന് അടിച്ചു നോക്ക്. കിങ്ഡം ഓഫ് സൗദി അറേബ്യ എന്നതിന്റെ വെബ്സൈറ്റിൽ അങ്ങ് കയറിയിട്ട് സൗദി അറേബ്യ എന്നൊന്ന് അതാ അടിച്ചു നോക്ക്. വെൽക്കം ടു സൗദി അറേബ്യ എന്ന് പറഞ്ഞിട്ടൊരു ആ ഓപ്ഷൻ ഒരു വാതായനം തുറക്കുന്നത് കാണാ. ആ തുറക്കുന്ന സമയത്ത് നിങ്ങൾ വെറുതെ ഒരു അപ്ലിക്കേഷൻ കൊടുക്കുക. ഞാൻ ഈ വർഷം ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എനിക്കൊരു വിസ തരുമോ? ഞാൻ ഈ വർഷം മദീനയിലൊന്ന് വരാൻ ആഗ്രഹിക്കുന്നു, എനിക്കിപ്പോ ഒരു വിസ കിട്ടുമോ? ഒരു ഓപ്ഷൻ എന്ന് ചോദിച്ചാൽ സൗദി വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന മറുപടി ഇല്ല 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 ഇല്ല, നോ വേക്കൻസി, എല്ലാം ഫുള്ളാണ്. എന്നാ നമ്മുടെ നാട് ഇപ്പൊ സന്തോഷത്തിന്റെ കുളിർമഴയിലേക്ക് പോകുകയാണ്. ഈ വർഷം 12-ാം തീയതിയോ 13-ാം തീയതിയോ പെരുന്നാളാവുകയാണ്. ഒപ്പം കേരളത്തിന്റെ ദേശീയോത്സവമായ ഓണം കടന്നു വരികയാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും നമ്മുടെ കേരളക്കാരൊക്കെ ഒരേ സമയം പെരുന്നാളും ഓണം കൊണ്ടാടുന്ന സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷം വരികയാണ്. വിദേശ ടൂറിസ്റ്റുകൾ നമ്മുടെ നാട്ടിലേക്ക് വരാൻ പേടിക്കുകയാണ്. ഒറ്റ പേടിയുള്ളൂ. സൗദി അറേബ്യയിലെ ഗൾഫിലെ അൽ ഖലീജ് പത്രവും UAE പത്രവും ഗൾഫ് നാട്ടിലുള്ള എല്ലാ അറേബ്യൻ പത്രങ്ങളും ഒരു ന്യൂസ് കൊടുത്തത് നിങ്ങൾ കണ്ടോ? എന്താ കണ്ടത്? കേരളത്തിലേക്ക് പോകുന്ന അറബികളുടെ ശ്രദ്ധക്ക് എന്താ പറഞ്ഞത്? അവിടെ IS ഉണ്ട്, അൽ ഖ്വയ്ദ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഹർക്കത്തുൽ മുജാഹിദ് ഉണ്ട്, ഹർക്കത്തുൽ അൻസാർ ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭീകര സംഘടന ഉണ്ട് എന്നല്ല പറഞ്ഞത്. അവർ പറഞ്ഞത് കേരളത്തിലേക്ക് പോകുന്ന അറബികളുടെ ശ്രദ്ധയ്ക്ക് പട്ടികടി ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നാണം കെട്ടുപോയില്ലടോ നമ്മുടെ നാട്. ഇവിടെ വരുമ്പോ പണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിന് പകരം എയർപോർട്ടിൽ നിന്ന് തന്നെ കേൾക്കണം രണ്ടു കൊരേ. പോട്ടെ, അങ്ങനെയൊക്കെയല്ല നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട്. ആ സ്വന്തം നാടിന്റെ വെബ്സൈറ്റ് ഒന്ന് തുറന്നു നോക്ക്. www.keralagovernmenttourism.com അടിക്ക്. വെൽക്കം ടു കേരള, അവർ ഗോഡ്സ് ഓൺ കൺട്രി എന്നിങ്ങനെ എഴുതി കാണിച്ചിട്ട് പറയും കേരളത്തിലേക്ക് സ്വാഗതം. എന്നിട്ട് കാണിക്കും മലബാറിന്റെ വിരിമാറിലേക്ക് സ്വാഗതം. അവിടെ കാണിക്കും ഭാരതപ്പുഴ, അവിടെ കാണിക്കും വയനാടൻ ചുരം, അവിടെ കാണിക്കും കുമരകത്തെ ബോട്ട് യാത്ര, ആലപ്പുഴയിലെ ബോട്ട് യാത്ര, അവിടെ കാണിക്കും. അങ്ങനെ കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന കാടുകളും മലകളും കുന്നുകളും പുഴകളും അരുവികളും, മമ്പുറത്തെ പള്ളിയടക്കം, പൊന്നാണി പള്ളിയടക്കം, തിരൂരങ്ങാടി പള്ളിയടക്കം, കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയടക്കം ടൂറിസത്തിന്റെ മേപ്പിലുണ്ട്. ശബരിമലയുണ്ട്, ഗുരുവായൂർ അമ്പലമുണ്ട്, അതുപോലെ തന്നെ തൃശൂർ ജില്ലയിലെ സോമശ്ലീഹ വന്നിറങ്ങിയ ക്രിസ്ത്യൻ ചർച്ചുണ്ട്. അതൊക്കെ ടൂറിസത്തിന്റെ മേപ്പിൽ ഇങ്ങനെ തിങ്ങി നിറയുമ്പോ ഒരു വിദേശി കൊടുക്കുകയാണ്, എനിക്ക് കേരളത്തിലേക്ക് ഒരു വിസ തരാമോ എന്ന് ചോദിക്കണേന്റെ മുമ്പ് ഇവിടുന്ന് പറയും, ഈ എന്താ താമസത്താ വിസയും ടിക്കറ്റും അങ്ങോട്ട് തരാം, അങ്ങോട്ട് വന്നാ മതി, ഇങ്ങോട്ട് വന്നാ മതി, 2 സ്മോൾ അടിച്ചാ മതി, നമുക്ക് കായ് കിട്ടിയാ മതി. നമുക്ക് അത്രേ ആവശ്യമുള്ളൂ. കുഞ്ചൻ നമ്പ്യാര് പറഞ്ഞ പോലെ ദീപസ്തംഭം മഹാത്സര്യം നമുക്കും കിട്ടണം പണം. കേരളത്തിന്റെ ടൂറിസം മേപ്പ് തുറന്നു വെച്ചിരിക്കുകയാണ് വിദേശികൾക്ക്. സൗദി അറേബ്യയിലേക്ക് വരുന്നവരോട് പറയുന്നു, ഇങ്ങോട്ട് വരണ്ട, ഇങ്ങോട്ട് കിടക്കാൻ സ്പേസ് ഇല്ല, ഇവിടെ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയണ. ലോകത്ത് ഒറ്റ രാജ്യമുള്ളൂ സൗദി അറേബ്യ. എവിടേക്ക് വരണ്ട? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ റൗള കാണാൻ. കോടാനക്കോടി മുസ്ലിമീങ്ങൾക്ക് ഒരു അലൗഡ് കൊടുത്താൽ ഇക്കൊല്ലത്തെ ഹജ്ജ് 50 ലക്ഷമല്ല 50 കോടി തന്നെ ആവോടോ. ലോകത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന നടക്കുന്ന സ്ഥലം എവിടെയാണ്? വത്തിക്കാൻ സെന്ററിലുള്ള സെന്റ് ബസിലിയേഴ്സ് എന്ന് പറയുന്ന ചർച്ചാണ്. 25 ലക്ഷം ജനങ്ങളാണ് മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ അവിടെ പ്രാർത്ഥന നടത്താറുള്ളത്.
അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥനാലയം. എന്നാൽ അറഫയിൽ ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ കൊല്ലം വന്നത് 20 ലക്ഷമാണെങ്കിൽ അൺഒഫീഷ്യലായി അത്ര തന്നെ ആളുകൾ ഹജ്ജിന് വന്നിട്ടുണ്ട്. അത് അനൌദ്യോഗിക കണക്കായതുകൊണ്ട് പബ്ലിഷ് ചെയ്യാൻ നിർവാഹമില്ല. എന്നാൽ സൗദി ഗവൺമെന്റ് ഹജ്ജിന്റെ കോട്ടയങ്ങ് വലുതാക്കിയിട്ട് 50 കോടി ജനങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ ഗവൺമെന്റ് സൗകര്യം ചെയ്തു കൊടുക്കുകയായിരുന്നുവെങ്കിൽ സൗദി അറേബ്യ നിറഞ്ഞു കവിഞ്ഞു. 50 കോടി ജനങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്തുനിന്ന് ചീറിപ്പാഞ്ഞു വരൂ. ആരെ കാണാൻ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളെ കാണാൻ വരും. ഇത് യഹൂദികൾക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം. റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്ന യഹൂദികൾക്ക് ഇഷ്ടമില്ല. അതന്നെയാണ് നമ്മുടെ നാട്ടിലെ വഹാബികൾക്കും പറ്റിയ കുഴപ്പം. വഹാബികൾ ഇപ്പൊ പ്രസംഗിക്കണം എന്താ? ആ പച്ചക്കുമ്പ പൊളിക്കാപ്പ എന്താ മാർഗം? ഈ സുന്നികൾ അതിന്റെ ചോട്ടിൽ പോയിട്ട് ഇങ്ങനെ യാ റസൂലല്ലാ യാ റസൂലല്ലാ. അത് കേരളക്കാരാ മൂല്യന്മാരല്ല. തുനീഷ്യ, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തജാക്കിസ്ഥാൻ, ഈജിപ്ത്, സിറിയ, ലോകത്തിലുള്ള 68 രാഷ്ട്രങ്ങളിലെ 90% മുസ്ലിങ്ങൾ സുന്നിയാണോ? നിങ്ങൾ ആകെ മൂക്കപ്പൊടി വലിക്കണ പോലെ ആകെ 2 എണ്ണേ ഉള്ളൂ. അതന്നെ 350 ഗ്രൂപ്പ് ശൈത്താനും ഹജ്ജും ചിഹ്നും പിടികൂടിയിട്ട്. ലോകത്തെ 98.8% ആളുകൾ സുന്നികളാണ്. സംശയം വേണ്ട. അവരാണ് റസൂലുള്ളാഹിന്റെ റൗളന്റെ അടുത്ത് പോയിട്ട് യാ റസൂലുള്ളാഹ് യാ ഹബീബല്ലാഹ് അഗ്ഫിനാ യാ റസൂലുള്ളാഹ് അഗ്ഫിനാ യാ റസൂലുള്ളാഹ് യാ ഹബീബല്ലാഹ് എന്നിങ്ങനെ പറഞ്ഞ് റസൂലുള്ളാഹിന്റെ റൗളന്റെ അടുത്ത് നിന്ന് ദ്വാരക്കുകയാണ്. ഇത് യഹൂദികൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഹിജ്റ 622 അവരുടെ തീരുമാനം എന്താണ്? മുസ്ലിം ശക്തി കുറക്കാനുള്ള ഏകമാർഗം മുഹമ്മദ് നബിയുടെ ഖബറവിടുന്ന് പൊളിച്ചു നീക്കണം. അതിനവർ കണ്ടുപിടിച്ച ഉപായം എന്താണെന്നറിയോ? 2 യഹൂദിച്ചാരന്മാർക്ക് താടി വെപ്പിച്ചു. അവർക്ക് തലയെ കെട്ടി അവരെ മൊയ്ലിയന്മാരുടെ വേഷം ധരിപ്പിച്ചു. അവർക്ക് കുറച്ച് ഖുർആനും പഠിപ്പിച്ചു. അവർക്ക് കുറച്ച് ഹദീസും പഠിപ്പിച്ചു. അവർക്ക് കുറച്ച് ഫിഖ്ഹും പഠിപ്പിച്ചു. അവർക്ക് അത്യാവശ്യം സിക്ർ ചൊല്ലാനും ഔറാദും സ്വലാത്തും ഒക്കെ പഠിപ്പിച്ചു. അവർ മദീനയിലെ റസൂലുള്ളാഹിന്റെ ഖബർ ശരീഫിന്റെ അടുത്ത് വന്നുകൊണ്ട് ഒരു ഷെഡ് കെട്ടിക്കൊണ്ട് താമസമാക്കി. കുറച്ച് ദിവസം അങ്ങ് കഴിഞ്ഞപ്പോ മദീന ഭരിക്കുന്ന രാജാവിന് ഒരു സ്വപ്നം കാണുകയാണ്. ആരാണ് സ്വപ്നത്തിൽ വരുന്നത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ട് പറയാണ്, രാജാവേ, എന്നെ ഈ കാണുന്ന 2 വ്യക്തികളുണ്ടല്ലോ എന്ന് പറഞ്ഞ് 2 മനുഷ്യന്മാരുടെ ഫോട്ടോ റസൂലുള്ള കാണിച്ചു കൊടുക്കുകയാണ്. പൂച്ചയുടെ കണ്ണ് പോലത്തെ തിളങ്ങുന്ന കണ്ണുള്ളവരാണവര്. അവർ യഹൂദികളാണ്. അവരെ കാണിച്ച റസൂലുള്ള പറയാണ്, ഈ 2 എണ്ണുണ്ടല്ലോ, ഇവരെന്നെ വല്ലാതെ ഉപദ്രവിക്കുകയാണ്. ഇവരുടെ ഉപദ്രവത്തിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണം കേട്ടോ. മുഹമ്മദ് നബിയൊക്കെ മരിച്ചിട്ട് ഖബറിൽ കിടന്നിട്ട് ജീർണിച്ചു പോയി എന്ന് എഴുതിവിട്ട ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനക്കാരാ. ഈ ചരിത്രം നീ അറിയാതെ പോയതാണോ? പണ്ട് കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞതുപോലെ കട്ടതാണോ വിട്ടതാണോ മൗലവി? കട്ടതാണോ അവിടെ വിട്ടതാണോ മൗലവി? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സ്വപ്നത്തിൽ വന്ന് രാജാവിനോട് വിവരം പറഞ്ഞപ്പോ നേരം വെളുത്തപ്പ രാജാവ് മുഖ്യമന്ത്രിയെ വിളിച്ചു, പ്രധാനമന്ത്രിയെ വിളിച്ചു, ആഭ്യന്തരമന്ത്രിയെ വിളിച്ചു, എഡ്യൂക്കേഷൻ മിനിസ്റ്ററെ വിളിച്ചു, ക്യാബിനറ്റ് കൂടി ചർച്ച ചെയ്തു. സ്വപ്നം സാധാർത്ഥ്യമാണ്, റസൂലുള്ളയാണെന്ന് പറഞ്ഞു വരുന്നതൊക്കെ റസൂലുള്ളയാണ്, അത് ശൈത്താനല്ല. നബി തങ്ങൾ ആരോ ഉപദ്രവിക്കുന്നുണ്ട്, അത് കണ്ടുപിടിക്കണോ? രാജാവ് ഒരു ഉപാധി വെച്ചു. എന്റെ കൊട്ടാരത്തിൽ ഈ മദീനക്കാര് മുഴുവൻ വരണോ? മദീനയിൽ താമസിക്കുന്നവര് മുഴുവൻ വരണോ? വരുന്നവർക്ക് മുഴുവൻ ഞാനൊരു സ്വർണ്ണ നാണയം സമ്മാനം തരാ. ആഹ്ലാദം മൂത്ത ജനങ്ങള് സ്വർണ്ണ നാണയത്തിന് വേണ്ടി ഓടിക്കൂടി. എല്ലാവർക്കും സ്വർണ്ണ നാണയം വിതരണം ചെയ്തിട്ടു മദീനയിലുള്ള എല്ലാവരും വന്നിട്ടു രാജാവിന്റെ സ്വപ്നത്തിൽ കണ്ട വ്യക്തികളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോഴാണ് സദസ്സിലുള്ള ഒരാളോട് രാജാവ് ചോദിക്കുന്നത്, ഇനി ആരെങ്കിലും ഈ മദീനയില് ഈ ദർബാറിൽ വന്നിട്ട് സ്വർണ്ണ നാണയം സ്വീകരിക്കാൻ വിസമ്മതിച്ചവരുണ്ടോ?
ആ സമയത്ത് സദസ്സിൽ നിന്ന് ഒരാൾ പറയാണ്, ഉണ്ട് രാജാവേ ഉണ്ട്, നമ്മുടെ നാട്ടിൽ 2 താടിക്കാര് വന്നിട്ടുണ്ട്, 2 തലയെക്കെട്ടുകാര് വന്നിട്ടുണ്ട്. അവര് വലിയ നിസ്കാരക്കാരാണ്, ആബിദീങ്ങളാണ്, ദാക്കിരീങ്ങളാണ്, അവര് വലിയ മുഖ്ലിസീങ്ങളാണ്. അവർ രാത്രി മുഴുവൻ നിസ്കാരമാണ്, പകൽ മുഴുവൻ നോമ്പാണ്. അവരാരുടെയും ഔദാര്യം സ്വീകരിക്കുന്നവരല്ല. രാജാവിനൊരു സംശയം, എന്നാൽ അവരെ ഒന്ന് കണ്ടുകളയണോ? തന്റെ കുതിരപ്പുറത്ത് കയറി ഖബർ ഷരീഫിന്റെ തൊട്ടടുത്ത് ടെന്റ് കെട്ടി താമസിക്കുന്ന ആ 2 മനുഷ്യരുടെ അടുത്തെത്തിയപ്പോൾ അവരുടെ താടി വേറൊരു പ്രകൃതമാണ്, തലയെക്കെട്ട് പ്രത്യേക ഒരു രൂപമാണ്. രാജാവ് അവിടെയൊന്ന് സെർച്ച് നടത്തി പട്ടാളക്കാരോടുകൂടെ. അവിടെ കണ്ടതെന്താ? ഈ 2 താടിക്കാരിരിക്കുന്ന കട്ടിലിന്റെ അടിയിലേക്ക് ഒരു ഗുഹ പോകുന്നല്ലോ. രാജാവ് കട്ടിൽ മാറ്റി നോക്കുമ്പോ വല്ലാത്തൊരു തുരങ്കമാണ്. ഈ 2 എണ്ണത്തിന്റെ താടി അങ്ങ് പിടിച്ചപ്പോ താടി കയ്യിൽ പോന്നു. തലയെ കെട്ടൂരിയപ്പോ നേരത്തെ കണ്ട 2 യഹൂദികളാണ്. വിശദാംശമായി ചോദ്യം ചെയ്തപ്പോ അവര് പറഞ്ഞു, ഞങ്ങളെ ഇസ്രയേൽ പറഞ്ഞയച്ചതാ മൊസാദിന്റെ ചാരന്മാരാ. ഞങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഹബീബ് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ ഉള്ളിൽ കടന്നിട്ട് ആ റൗളയിൽ കിടത്തുന്ന അവിടുത്തെ ശരീരമെടുത്ത് കത്തിച്ചു കളയലാണ്. അതിനുവേണ്ടി തുരന്ന് ഞങ്ങൾ റസൂലുള്ളാഹിന്റെ റൗളയുടെ തൊട്ടടുത്തെത്തി. ഒരൊറ്റ ദിവസം കൂടി ഞങ്ങൾക്ക് കിട്ടിയാൽ നബി തങ്ങളുടെ ശരീരം ഞങ്ങൾ ഇവിടെ നിന്നെടുത്തിട്ട് രാത്രിക്ക് രാത്രി ഇസ്രയേലിലേക്ക് കടത്തിയിട്ട് അവിടെ കൊണ്ടുപോയി കത്തിച്ച് കളയുമായിരുന്നു. ഈ ഖബറിന്റെ ഉള്ളിൽ വക്കോല് കുത്തി നിറക്കുമായിരുന്നു. അതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞപ്പോൾ രാജാവ് ഉടനെ തന്നെ ഓർഡറിട്ടു, ഹറമിന്റെ പുറത്ത് കൊണ്ടുപോയി ഇവരുടെ തലവെട്ടിക്കളയുക. ആ തുരങ്കം അടക്കാൻ ഓർഡറിടുകയല്ല ചെയ്തത്. റസൂലുള്ളാഹിന്റെ ഖബർ ഷരീഫിന്റെ 4 ഭാഗം 7 മീറ്റർ ആഴത്തിലങ്ങ് വാങ്ങിയിട്ട് ഇരുമ്പ്, പിച്ചള, ഈയം, ചെമ്പ്, ഈ 3 ലോഹങ്ങൾ ഉരുക്കിയിട്ട് ഒരു ഉറുമ്പിന് പോലും ഹബീബിന്റെ റൗളയിലേക്ക് കടക്കാൻ പറ്റാത്ത നിലക്ക് ഒരു കവചം തീർത്തു വെച്ചു അവിടെ. അപ്പോ അല്ലാഹുവിന്റെ റസൂലിനെ ജീവിതത്തിൽ തകർക്കാൻ നബിയായി നോക്കി, മരിച്ചിട്ട് ഖബർ ഷരീഫ് പുറക്കാൻ നോക്കിയ യഹൂദികള്. അതൊക്കെ പരാജയപ്പെട്ടപ്പോ അവര് തൊടുത്തുവിട്ട അവസാനത്തെ ആയുധമാണ് മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ മുസ്ലിങ്ങളെ തകർക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. അതാണ് വഹാബിസം. പണ്ട് നമ്മളത് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞപ്പോ മഹാനായിരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ സിംഹഗർജനം EK ഹസൻ മുസ്ലിയാർ, അള്ളാഹു അവരുടെ ഖബർ ദറജ ഉയർത്തട്ടെ, ആമീൻ. മഹാനവർകൾ കാസർഗോഡ് ഖാദിയായിരുന്നു, അവിടുത്തെ മുദരിസായിരുന്നു. കാസർഗോഡ് ജില്ലയിൽ EK ഹസൻ മുസ്ലിയാർ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോ ബഹുമാനപ്പെട്ട EK ഹസൻ മുസ്ലിയാർ പറഞ്ഞു, ഈ വഹാബികൾ മുസ്ലിങ്ങളല്ല എന്ന് പറഞ്ഞു. ഉടനെ ഒരു മൗലവി പോയിട്ട് തൊട്ടേനും തുമ്പിയനൊക്കെ കേസ് കൊടുക്കണ കുറെ എണ്ണം അന്നൊന്നുണ്ടല്ലോ. ഒരു വഹാബി പോയിട്ട് ഒരു കേസ് പറയുമ്പോൾ നമുക്ക് കുറെ കേസ് പറയാൻ കേട്ടോ. ഞാനിപ്പോൾ അങ്ങോട്ട് പോയില്ലപ്പോ ഹാജി അലി ദർഗയിൽ പെണ്ണിന് കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് ഡൽഹി ഹൈക്കോടതിയിലെ വിധി വന്നിട്ടുണ്ട്. പക്ഷെ കോടതി 1 മാസം അപ്പീൽ റൈറ്റ് തന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, വിധി നടപ്പാക്കാൻ 1.5 മാസം സാവകാശം, അതിൻ്റെ ഉള്ളിൽ അപ്പീൽ പോകാനുള്ള അവസരം തന്നിട്ടുണ്ട്. ഫസൽ ഗഫൂർ പറഞ്ഞത് മതസംഘടനകൾ നയം വ്യക്താക്കണം, ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്നാ. പൊന്നു മോനെ ഗഫൂറെ, നീ സ്വാഗതം ചെയ്തിട്ട് എന്താ കാര്യം? ആളില്ലാ സംഘടനക്കാർക്ക് എന്തും വിളിച്ചു പോവാലോ. ഒരു 4 എഞ്ചിനീയറിംഗ് കോളേജും 3 മെഡിക്കൽ കോളേജും കിട്ടി എന്നതിന്റെ പേരിൽ സമുദായം എവിടെ നിൽക്കുന്നത്? അത് കാന്തപുരത്തിന്റെയും പാലക്കാട് തങ്ങളുടെയും കൂടെയാണല്ലോ. അല്ലാത്തതൊക്കെ വെറും വാലാട്ടിപ്പക്ഷികളാ. വെറുതെ വീഡിയോകളിൽ കയറിയിരുന്നിട്ട് ചിലക്കാൻ നിൽക്കരുത് കേട്ടോ. പറയാണ് മുസ്ലിം സംഘടനകൾ നയം വ്യക്താക്കണം, ഞാൻ പറയണു, സ്വാഗതം ചെയ്തോളൂ, നീയും നിന്റെ കെട്ടിയോളും പിന്നെ തട്ടാനും, അത്രയേ ഉള്ളൂ. സ്വാഗതം ചെയ്യാൻ വന്നത്. കോടതി വിധി വന്നാൽ അതിന് അപ്പീല് കൊടുക്കാം, കോടതിയിൽ വാദിക്കാം. കോടതിയെ തിരിച്ചു ബോധ്യപ്പെടുത്തിയാൽ കോടതി തിരിച്ചും പറയും. കോടതി സ്വയംഭൂവല്ല, കോടതി പടച്ചറപ്പല്ല, കോടതി അള്ളയല്ല. കോടതിയെ നമ്മൾ എല്ലാ അർത്ഥത്തിലും ബഹുമാനിക്കുന്നു. പക്ഷേ കോടതിയിൽ എതിർവാദം ഉന്നയിക്കാനും എതിർ സത്യവാങ്ങ് കൊടുക്കാനും അഫിഡവിറ്റ് കൊടുക്കാനും ഇന്ത്യൻ ജുഡീഷ്യറിയിൽ നിയമമുണ്ടെന്ന് മനസ്സിലാക്കണം. അത് വെച്ചിട്ട് സകല സ്ഥലത്തും പെണ്ണുങ്ങളെ കയറ്റാന്ന് വിചാരിക്കുകയാണെങ്കിൽ
ആ പയങ്കഞ്ഞി ഇവിടെ വേവില്ല ഗഫൂറേത് മാത്രമേ പറയാനുള്ളൂ കേട്ടോ. പണ്ട് തുടങ്ങിയത് അങ്ങനെ ഈ പരിപാടി നടക്കത്തില്ല. ആൺകുട്ടികൾ കോടതിയിൽ ഇരുന്നവരുണ്ട്, ഇരിക്കാൻ പോയവരുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ മൊയ്ലിയന്മാരിൽ വക്കീലുണ്ട്, ജഡ്ജിയുണ്ട്, എല്ലാം ഉണ്ട്. ഇനി പണ്ടത്തെ പരിപ്പ് ഈ ചട്ടിയിൽ വേവൂല കേട്ടോ. അതുകൊണ്ട് ഒരു കോടതി വിധി കൊണ്ട് വരുമ്പോഴത്തേനും ഞാൻ സ്വാഗതം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ബേജാറുണ്ടാക്കല്ലേ. വേറൊരു വിധിയുണ്ട്, 3 തലാഖും കൂടി ചെല്ലിയാൻ. നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസം 3 തലാഖും ചെല്ലി എന്ന് പറഞ്ഞാൽ 3 പോയിന്നാ. ഇവർ പറയുന്ന 3 ചെല്ലിയാ 3 പോവില്ല, 1 പോകുള്ളൂ. എന്നാ പിന്നെ നമുക്ക് ചോദിക്കാളൂ 1 3 1 അതോ 3 1 1 നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിച്ചോല്ലേ മോനെ? 3 1 1 1 3 3 ഇത് നമുക്ക് ഈ പ്രശ്നം രമ്യമായി പോയത് 3 ചെല്ലി പറഞ്ഞ പോയത് തന്നെയാണ്. അപ്പൊ മുത്തലാഖ് പാടില്ല എന്ന് പറഞ്ഞു സുപ്രീം കോടതിയിൽ ഒരു ഹർജി കൊടുത്തു. ഒരു പെണ്ണ് പോയിട്ട്, പണ്ട് ഷാബാനു കേസ് ഇതുപോലെയാണ് 1985 അതിനാണ് പാർലമെന്റിൽ നമ്മൾ ബില്ല് കൊണ്ടുവന്നത്. അതിനാണ് മുസ്ലിം പണ്ഡിതന്മാർ അഭിപ്രായം സ്വരൂപിച്ചത്. ആ വഴിക്കൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുകയാണ്. ഞാൻ എന്റെ ഒരു ഉറൂസ് മുബാറക്കിന്റെ വയലായതുകൊണ്ട് ആ ആഭ്യന്തര കാര്യത്തിലേക്ക് അധികം കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് മറ്റൊരു വേദി മറ്റൊരു സമയത്ത് ആ കാര്യം ചർവിനം ചെയ്യാമെന്നും മുത്ത് മുസ്തഫ നബി മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ റൗദ തകർക്കാൻ പുറപ്പെട്ടവർ അത് തകർക്കാൻ പറ്റില്ലാതെ മനസ്സിലാക്കിയപ്പോ അവർ കണ്ടുപിടിച്ച 2ാമത്തെ മാർഗമാണ് എന്നാ മുസ്ലിങ്ങളെ അങ്ങ് ഭിന്നിച്ചു കളയാ. അവരുണ്ടാക്കിയ പ്രസ്ഥാനാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പിടിച്ചിട്ട് മുസ്ലിങ്ങളിൽ ഒരു നവോത്ഥാനം പറഞ്ഞ് പ്രസംഗിച്ച് ഇറക്കിയിട്ട് മൂപ്പരെ ചാട്ടുമ്മ കയറ്റിയിട്ട് വഹാബീസമുണ്ടാക്കി. മനുഷ്യൻ തന്റെ ഡയറി കുറിപ്പിൽ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹംഫർ ഒരു ഇംഗ്ലീഷ് ചാരനാണ് അയാള് രേഖപ്പെടുത്തി വെച്ചത് കണ്ടോ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന് ഞങ്ങൾ പണം കൊടുത്തിട്ട് മുസ്ലിങ്ങളെ തകർക്കാൻ വേണ്ടി പറഞ്ഞയച്ച ആളാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അയാളുണ്ടാക്കിയ പ്രസ്ഥാനമാണ് വഹാബീസം, അതാണ് സലഫീസം കേട്ടോ. അതുകൊണ്ടാണ് സുന്നികൾ പറഞ്ഞത് ശരിയല്ല, അതിലേക്ക് പോണ്ട മോനെ. അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പറഞ്ഞത് മൗദൂദിസം ശരിയല്ല. അതുകൊണ്ടാണ് സമസ്തയും പറഞ്ഞത് തബ്ലീഗീസം ശരിയല്ല. കാണുമ്പോൾ നല്ല നിസ്കാരം താടിയും കുപ്പായൊക്കെ ഉണ്ടാവും. നമ്മളിതൊന്നും പറഞ്ഞത് ഐക്യം തകർക്കാനല്ല, ഐക്യം ഉണ്ടാക്കാൻ വേണ്ടി പറയാം. ഐക്യം തകർക്കാനല്ല. കാരണം ഈ കൂടെ കിടക്കുന്നവൻ ശരിയല്ലെങ്കിൽ രോഗം പകരും. അതുകൊണ്ട് കൂടെ കിടക്കണോണ്ട് രോഗം മാറ്റാം. ഇവരെ ആരെയും വെറുക്കാനല്ല, ഇവരെ തെറ്റായ ആശയങ്ങളിൽ നിന്ന് അവരെ ശരിയായ ആശയത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു മാർഗരേഖയായി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോഴെല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. ആരാണ് ഇവിടെ വികാരം ഉണ്ടാക്കുന്നത്? ആരാണ് ഇവിടെ തീവ്രവാദികളായി മുദ്രകുത്തുന്നത്? ആരെയാണ് ജനങ്ങൾ വളരെ മോശമായി ചിത്രീകരിക്കുന്നത്? സുന്നികളെയല്ല, ബിദ്അത്ത് കക്ഷികളെയാണ്. അതേപോലെ നിങ്ങൾ കണ്ടോ, അവിടെയും നിൽക്കാതെ വന്നപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശേഷം വേറെ ഒരു നബിയുണ്ടെന്ന് പറയാൻ വേണ്ടി ഇംഗ്ലീഷുകാർ കണ്ടുപിടിച്ച മാർഗമാണോ? പരിശുദ്ധ ഖുർആനിന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയ മനുഷ്യനാണ് മിർസാ ഗുലാം അഹ്മദ്. 20 ജുസ് കള്ള ഖുർആൻ അയാൾ ഉണ്ടാക്കി. ഒരായത്ത് നിങ്ങൾക്ക് ഞാൻ ഓതി, മിനൽ ഖാദിയാൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്രി വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ എന്ന ആ സൂറത്തിന് ഡ്യൂപ്ലിക്കേറ്റായി ഇറക്കിയതാണ്. ഇന്നാ അൻസൽനാഹു ഖരീബൻ മിനൽ ഖാദിയാൻ. നിശ്ചയം മിർസാ ഗുലാം അഹ്മദിന് പഞ്ചാബിലെ പത്താങ്കോട് ജില്ലയുടെ അടുത്ത് ഞാൻ ഇറക്കിയിരിക്കുന്നല്ലോ. അയാളുടെ ആഖിബത്ത് എങ്ങനെയായി പോയി? ഞാനൊരു സത്യവിശ്വാസിയായതുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഹഖീഖത്തുൽ വഹി എന്ന് പറയുന്ന അയാളുടെ കിതാബ് എടുത്തു നോക്കിയാ കാണാ ആഖിബത്ത് മോശമായി
പോയ ആളാണോ മിർസ ഗുലാം അഹമ്മദ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അള്ളാഹുവിന്റെ ദീനൊന്നേയുള്ളൂ, അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്താണ്. അത് പരമ്പരാഗതമായി ആലിമീങ്ങൾ നേതൃത്വം കൊടുത്തതാണ്. സംഘടനാപരമായി നമ്മുടെ ഇടയിൽ ചിലർ ഭിന്നിപ്പുണ്ടായി. അത് ധാർമ്മികത സ്വാഭാവികമായി, സംശയപരമായി ഇവിടെ ഭിന്നിപ്പില്ല. എല്ലാ സുന്നികളും പറയുന്നു മൗലിദോദണം, എല്ലാ സുന്നികളും പറയുന്നു ജുമയുടെ ഖുത്ബ അറബിയിലാവണം, എല്ലാ സുന്നികളും പറയുന്നു ഈമാൻ കാര്യം 6ആണ്, ഇസ്ലാം കാര്യം 5ആണ്. എല്ലാ സുന്നികളും പറയുന്നു തവസ്സുൽ ഇസ്തിഗാസ അനുവദനീയമാണ്. എന്നാൽ ഔലിയാക്കളെ തള്ളിപ്പറയുന്നവരോ അല്ലാഹു തആല ബഹുമാനിച്ചവരെ നിന്ദിക്കുന്നവരോ അവരുടെ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോകരുത്. നമ്മുടെ ഈമാൻ നശിച്ചു പോകുന്നതാണ്, ആഖിബത്ത് മോശമായി മരിച്ചു പോകുന്നതാണ്. അല്ലാഹു തആല മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. അതിനുള്ളൊരു മാർഗം മാത്രം നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. ഇരിക്കുന്ന പുരുഷന്മാരായ നിങ്ങളെല്ലാവരും ഒരു 5 മിനിറ്റ് ആ കസേരയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. ഒരു വലിയ സംഭാവന നിങ്ങൾക്ക് തരാനാണ് ഞാൻ വിളിക്കുന്നത്. നിങ്ങളിൽ നിന്ന് വാങ്ങാനല്ല, നിങ്ങൾക്ക് അങ്ങ് തരാനാണ്. ഒരു വലിയ സംഭാവന അങ്ങ് തരാൻ ചൊല്ലി മരിക്കണ്ടേ. മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന. ആരുടെങ്കിലും അവസാനത്തെ കലിമത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നായാൽ അവൻ സ്വർഗത്തിലാണല്ലോ. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഖമത്ത് റളിയല്ലാഹു അൻഹു വിഷമിച്ച ഘട്ടമാണത്. ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു വിഷമിച്ച ഘട്ടമാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടല്ലാതെ ഇങ്ങോട്ട് മോനെ ഞാനും നിങ്ങളും മരിക്കില്ല. ഉറപ്പ് 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 ഉറപ്പ്. ബാക്കി നിൽക്കുന്നവരൊക്കെ ഒന്ന് മുന്നോട്ട് കയറി മോനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ചൊല്ലി മരിക്കാൻ ഒരുപാട് കാലം അല്ലാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മരണങ്ങളൊക്കെ പെട്ടെന്ന് സംഭവിക്കുക. ഈ ആഴ്ച തന്നെ 7ഓളം സഖാഫിമാരും 1-2 ബാക്കബിമാരുമാണ് പെട്ടെന്ന് മരിച്ചുപോയത്. നമ്മുടെ ചെറുസോല ഉസ്താദിന്റെ മൂത്ത മകൻ അബ്ദുൽ ഹമീദ് ബാക്കബി എന്റെ ശരീക്കാണ്. ഞങ്ങൾ ഒന്നിച്ച് ഒരേ ദർസിൽ ഓതിപ്പടിച്ച ആളാണ്. ജലീൽ സഖാഫി ഞാനും ശരീക്കന്മാരാണ്. ഒന്നിച്ച് ഓതിപ്പടിച്ച ആളാണ് അദ്ദേഹം. കഴിഞ്ഞ 22-ാം തീയതിയാണ് ഞാൻ ചെറുസോല ഉസ്താദിന്റെ ആണ്ടിന് അവിടെ പ്രസംഗിക്കാൻ വന്നപ്പോ എന്റെ പ്രസംഗം കഴിയുന്നത് വരെ ആ സ്റ്റേജിലിരുന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ ലിവർ വല്ലാത്ത അവസ്ഥയിലാണ്, ലിവർ മൊത്തം ചുരുങ്ങിയിരിക്കുകയാണ്, നിങ്ങൾ ദുആ ചെയ്യണം എന്ന് പറഞ്ഞ് കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്തു പോയ അവിടുന്ന് 4 ദിവസം കഴിഞ്ഞപ്പോ കേട്ടത് ചോര ഛർദ്ദിച്ചുകൊണ്ട് പെരിന്തൽമണ്ണ EMS ആശുപത്രിയിൽ കൊണ്ടുപോയി ക്രിട്ടിക്കൽ സ്റ്റേജില് ഒരൊറ്റ ദിവസം ICUയിൽ കിടന്ന് പിറ്റേ ദിവസം അദ്ദേഹം മരണപ്പെട്ട് അദ്ദേഹം നമ്മളോട് ഇവിടെ ചോദിച്ചു അല്ലാഹു ദറജ ഉയർത്തിക്കൊടുക്കട്ടെ ആമീൻ. എത്രയോ ബാക്കവിമാർ, എത്രയോ സഖാഫിമാർ, എത്രയോ ഫൈലിമാർ ഒക്കെ 25, 30, 35, 30 ഇടയിലുള്ള കുട്ടികളാണ് പെട്ടെന്ന് മൗത്തായി പോകുന്നത്. അല്ലാഹുവേ പൊടുന്നനെയുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. എപ്പം മരിക്കുകയാണെങ്കിലും ഏത് സാഹചര്യത്തിൽ മരിക്കുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ചൊല്ലി മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിനുള്ള ഒറ്റ ഒരു നിർദ്ദേശം പറഞ്ഞ് ഞാൻ നിർത്താം. ഒറ്റ നിർദ്ദേശമേ ഉള്ളൂ. നിസ്കരിക്കണം, നോമ്പ് നോക്കണം, ഹജ്ജ് ചെയ്യണം, സകാത്ത് കൊടുക്കണം, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കണം, സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കണം, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കണം, ഉസ്താദുമാരെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ ആദരിക്കണം, വയസ്സിന് മുതിർന്നവരോട് ബഹുമാനം കാണിക്കണം, വയസ്സിന് കുറഞ്ഞവരോട് കരുണ കാണിക്കണം, കുട്ടികളെ സ്നേഹിക്കണം, അയൽവാസികളോട് നന്നായി പെരുമാറണം, ഇതര മതക്കാരോട് സൗഹാർദ്ദത്തിൽ വർത്തിക്കണം. ഇതൊക്കെ ഉണ്ടായാൽ പോലും മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? പറ്റില്ല. എന്നാൽ പറ്റണ ഒറ്റ കാര്യമുണ്ട്. ഈ ലോകത്തുനിന്ന് നിങ്ങൾ ആരെങ്കിലും ഹബീബ് മുഹമ്മദ് മുസ്തഫ ഉറക്കപ്പരാമോനെ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ടവരുണ്ടോ? ആ ശരീരം നരകത്തിലല്ല, വല്ലാഹി നരകത്തിലല്ല.
അബദൻ വല്ലാഹി നരകത്തിലല്ല. ആ ദർജ അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നൽകിയവർക്ക് വീണ്ടും വീണ്ടും നൽകുമാറാവട്ടെ. അതിനുവേണ്ടി ഒരു ചെറിയ വലിയ നിർദ്ദേശം ഈ എളിയവന്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് കൈമാറുകയാണ്. പനമ്പുഴക്കല തങ്ങളുട്ടിന്നാണ്. ഞാൻ കുറെ ആലിമീങ്ങള് എന്നോട് പറയാറുണ്ട്, പനമ്പുഴക്കല തങ്ങന്മാരെങ്ങൾ കേട്ടിട്ടില്ലേ? അവർ വലിയ മഹാന്മാരാണ്, വലിയ ഫായിദയുള്ളവരാണ്.